ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി ഇതേ വാക്യമാണ് കുറിവാക്യമായി വായിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വായിക്കുന്നു. ഗലാത്യർ 3, 6, 7, 8 വാക്യങ്ങൾ. യെസ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കളെന്ന് അറിയുവിൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻപ് കൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. എല്ലാവരും ആ 9-ാമത്തെ വാക്യം ഒന്നിച്ചു വായിച്ചാട്ടെ. അങ്ങനെ വിശ്വാസികൾ, മൈക്കിലൂടെ വായിച്ചോ മോനെ. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടും. അടുത്തിരിക്കുന്ന ആളോട് ആ വാക്യം എന്ന് പറഞ്ഞ്, നിങ്ങളുടെ വൈഫിനോടാണെങ്കിൽ ഹസ്ബൻഡിനോടാണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ഹല്ലേലൂയ. വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിവീൻ. യേശു കർത്താവിൽ വിശ്വസിച്ച, യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു വ്യക്തിക്ക് ഒരേ സമയം ലഭിക്കുന്ന അതിപ്രധാനപ്പെട്ട 2 പദവികളുണ്ട്, 2 അനുഭവങ്ങളുണ്ട്. ഒന്ന്, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരം നൽകുന്നു. യോഹന്നാൻ 1:12. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, ഏവർക്കും. അതിൽ മതമില്ല, അതിൽ ജാതികൾ വ്യത്യാസമില്ല, അതിൽ സഭാ സംഘടന വ്യത്യാസമില്ല, അതിൽ വർഗവർണ്ണ വിവേചനങ്ങളില്ല. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മകനാകാൻ, ദൈവത്തിന്റെ മകളാകാൻ അവൻ അധികാരം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാനും പറഞ്ഞത്, കൺമീൻ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ അനുഗ്രഹമാണ്, എത്ര വലിയ സ്നേഹമാണ് പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ മേൽ പകർന്നത് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ. പുത്രനെങ്കിലോ നിങ്ങൾ അവകാശിയാണ്. വാ തുറന്ന് പറഞ്ഞേ, ഞാൻ അടിമയല്ല, ഞാൻ അവകാശിയാണ്. വാ തുറന്ന് പറഞ്ഞേ, ഞാൻ അടിമയല്ല, ഞാൻ അവകാശിയാണ്. എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങൾക്കും എല്ലാ സ്വർഗീയ നന്മകൾക്കും ഞാൻ ദൈവഹിത പ്രകാരം അവകാശിയാണ്. യേശുവിനെ കൈക്കൊള്ളുന്ന, യേശുവിനെ വ്യക്തിപരമായി സ്വീകരിക്കുന്ന, അവനിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ, ഒരു ദൈവ മകൾ, മകൻ, ഒരു മനുഷ്യൻ, ഒന്നാമതായി അവൻ കർത്താവിന്റെ പൈതലായി മാറുന്നു. രണ്ടാമത് ബൈബിൾ നമുക്ക് തരുന്ന ഉറപ്പാണ്, അതൊരു വെളിപ്പാടാണ്, അതൊരു തിരിച്ചറിവാണ്. ആ വ്യക്തി യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം. ഗലാത്യർ 3, 13, 14 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. എന്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങി? അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കുവാൻ. വാ തുറന്ന് പറഞ്ഞേ, വിശ്വാസത്താൽ പ്രാപിക്കുവാൻ. രണ്ടാമതായി യേശുവിൽ വിശ്വസിച്ച ഒരു ദൈവമകൻ, ദൈവമകൾ വിശ്വാസത്താൽ സ്വീകരിക്കേണ്ട ഒന്നാണ് എബ്രഹാമിക് ബ്ലെസ്സിംഗ്. അബ്രഹാമ്യ അനുഗ്രഹം എന്ന് പറയുന്നത്. അബ്രഹാമിന്റെ അനുഗ്രഹം എന്താന്ന് കഴിഞ്ഞ 2 സെഷനിൽ ഞാൻ സവിസ്തരം പ്രസംഗിച്ചു. ആ പ്രസംഗം, ആ മെസ്സേജ് കേട്ടവർ എക്സൈറ്റഡ് ആയിരിക്കും എന്ന് എനിക്കറിയാം. എന്തായിരുന്നു അബ്രഹാമ്യ അനുഗ്രഹം എന്നുള്ളത്?
നമ്മുടെ ഒന്ന് റേഞ്ചിൽ പിടിക്കുന്ന സാധനം അല്ലത്. നമ്മുടെ ഒന്ന് റേഞ്ചിൽ നിൽക്കുന്ന, നമ്മളൊന്നും കണ്ടിട്ട് പോലും ഇല്ലാത്ത, ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യമാണ് അബ്രഹാമി അനുഗ്രഹം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ അതിന് ദൈവം പരിധികൾ വെച്ചില്ല. നമ്മുടെ വീടിന് ഫെൻസ് കാണാം, നമ്മുടെ പ്രോപ്പർട്ടിക്ക് മതിൽ കാണാം, പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് ഫെൻസുകളില്ല, മതിലുകളില്ല, ബോർഡറുകളില്ല. രാജ്യത്തിന് ബോർഡറുകൾ കാണാം, പക്ഷെ ദൈവരാജ്യത്തില് അനുഗ്രഹങ്ങൾക്ക്, സമൃദ്ധികൾക്ക് ബോർഡറുകളില്ല. There is no limit. There is no limit. അത് ദൈവം പ്രൂവ് ചെയ്തത് അബ്രഹാമിലൂടെയാണ്. ഇതാ യാബോക്കിന്റെ കടവിൽ അബ്രഹാമിന്റെ തലമുറ ഹല്ലേലൂയ ദൈവത്തോട് മല്ല് പിടിക്കുമ്പോൾ ആ മനുഷ്യൻ യാക്കോബ് ദൈവദൂതനോട് പറയുന്നു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറയുമ്പോൾ ആ ദൂതന്റെ കാലിൽ പിടിച്ച യാക്കോബിനോട് ദൂതൻ യാബോക്കിന്റെ കടവിൽ പറയുകയാണ്, ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇനി നിന്റെ പേര് ഇസ്രായേൽ എന്നത്രേ. ഒരു മനുഷ്യനെ ഒരു രാജ്യമാക്കി തീർക്കാൻ എന്റെ ദൈവത്തിന് ഒരു മനുഷ്യനെ ഒരു രാജ്യമാക്കി തീർക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ കൈയടിക്കാത്തവരോട് പറയാം, മിണ്ടാതിരിക്കുന്നവരോട് പറയാം, ഒരു സാധാരണ മനുഷ്യനെ, ഒരു പരാജിതനായ മനുഷ്യനെ ഒറ്റ നിമിഷം കൊണ്ട് $1000 കൊടുക്കുവല്ല, ഒരു രാജ്യമാക്കി തീർക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് ഈ പകലിൽ വിശ്വസിക്കുന്നവരോട് ഞാൻ പറയുന്നു, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക്, ദൈവത്തിന്റെ നന്മകൾക്ക് ലിമിറ്റേഷൻ ഇല്ല, ഫെൻസുകളില്ല, ബൗണ്ടറികളില്ല. ഹല്ലേലൂയ. വിശ്വാസത്താൽ നാം സ്വീകരിക്കുക അബ്രഹാമിയ അനുഗ്രഹങ്ങളെ. Because we are the children of God, the same time we are the seed of Abraham. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, അപ്പോൾ തന്നെ നമ്മൾ അബ്രഹാമ്യ സന്തതികളാണ്. ഒരു കാരണവശാലും നമുക്കിത് പറയാനുള്ള യോഗ്യത ഇല്ലായിരുന്നു. ഇത് പറയാൻ കഴിയുന്നത്, ഇത് പറയാനുള്ള യോഗ്യത ഇസ്രായേൽ ജനത്തിന് മാത്രമായിരുന്നു. ഇസ്രായേൽ ജനതയിൽ യഹൂദന്മാർക്ക് മാത്രമായിരുന്നു. അവരോടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 1-2 വാക്യത്തിൽ പറഞ്ഞത്, ആമീൻ, എന്റെ വാക്ക് കേൾക്കുവീൻ, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും നിങ്ങൾ തിരിഞ്ഞു നോക്കുവീൻ, നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. നിങ്ങളെ പ്രസവിച്ച സാറ എത്ര പിള്ളേരെ പ്രസവിച്ചു? ഏകവചനം വരണ്ടെടുത്ത് ബഹുവചനം വന്നോ? ഇല്ലേ? ശ്രദ്ധിച്ചു കേൾക്കണം. ഏകവചനം വരണ്ടെടുത്ത് ബഹുവചനം വന്നോ? സാറ പ്രസവിച്ചത് ഇസഹാക്കിനെ മാത്രമാ, പക്ഷെ ബൈബിളിൽ എഴുതിയിരിക്കുന്നു നിങ്ങളെ പ്രസവിച്ച സാറ. അതെങ്ങനെ സംഭവിച്ചു? അതെങ്ങനെ ഉണ്ടായി? ഹല്ലേലൂയ. കാരണം ആ വാഗ്ദത്ത സന്തതിയിൽ നിന്നാണ് ബാക്കിയുള്ള മുഴുവൻ വാഗ്ദത്ത സന്തതികളുടെയും അനുഗ്രഹങ്ങളുടെ കൈമാറ്റം നടക്കുന്നത്. എന്നാൽ ഇന്ന് ഈ കൊച്ചിയിൽ ഈ ആരാധനയിൽ വന്നിരിക്കുന്ന ഞാനോ നിങ്ങളോ ഇസഹാക്യ തലമുറയിൽപ്പെട്ടവരോ അബ്രഹാമിയ തലമുറയിൽപ്പെട്ടവരോ യഹൂദ പാരമ്പര്യമുള്ളവരോ അല്ല. നമ്മളെ നോക്കി പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു റെവലേഷൻ ഉണ്ട്, ഒരു വെളിപ്പാടുണ്ട്. കാട്ടൊലിവ്. യേശു ക്രിസ്തുവിനെ നോക്കി പറഞ്ഞൊരു വെളിപ്പാടുണ്ട്, നാട്ടൊലിവ്. ഞാനും നിങ്ങളും കാട്ടൊലിവ്. പൗലോസ് പറയുന്നു, യേശു യഹൂദ ഗോത്രത്തിൽ ജനിച്ചു, നാട്ടൊലിവ്. എന്നാൽ കാട്ടൊലിവിനെ നാട്ടൊലിവിനോട് ചേർത്തൊട്ടിച്ചു. കാട്ടൊലിവിനെ നാട്ടൊലിവായ ക്രിസ്തുവിനോട് ചേർന്ന് ബഡ് ചെയ്തു. ഇന്ന് പകലിൽ നീ കൊടുക്കുന്ന ഫലം, നിന്നിൽ വെളിപ്പെടുന്ന ഫലം ക്രിസ്തുവിന്റെ ഫലമാണ്. മുമ്പേ ദൂരസ്ഥനായിരുന്ന നമ്മെ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം സമീപസ്ഥരാക്കി മാറ്റി. വചനത്തിൽ എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, അവൻ നമ്മളെ തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം ദത്തെടുത്തു. ഓ, ആർ യു ലിസണിംഗ് മീ? എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ
അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവൻ നമ്മളെ തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം ദത്തെടുത്തു. You got it, that word? Ephesians chapter 1 word 5. അവനിൽ തിരഞ്ഞെടുക്കുകയും, ആരിൽ? അവനിൽ തിരഞ്ഞെടുക്കുകയും, പറഞ്ഞ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുകയും, ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുകയും, തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ എന്ത് ചെയ്തു? ദത്തെടുത്തു. അവിടെ എഴുതിയിരിക്കുന്നത് അഡോപ്റ്റ് ചെയ്തെന്നാണ്. Unto the adoption of children by Christ to himself, by Jesus Christ to himself, by Jesus Christ to himself, adopted. ഈ അഡോപ്റ്റ് ചെയ്യുക, ദത്തെടുക്കുക, നമ്മളെ ദത്തെടുത്തെന്നാണ് എഴുതിയിരിക്കുന്നേ. ഇതിനകത്ത് ഭയങ്കര ഒരു സംഭവമുണ്ട്. ഒരു കുഞ്ഞ് സാധാരണമായി ജനിച്ചാൽ ആ കുഞ്ഞ് എങ്ങനെ ഇരുന്നാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. മനസ്സിലായോ? കാഴ്ചയുണ്ടെങ്കിലും കാഴ്ചയില്ലെങ്കിലും, കേൾവി ഉണ്ടെങ്കിലും കേൾവിയില്ലെങ്കിലും, നീളം കുറഞ്ഞതാണേലും നീളം കൂടിയതാണെങ്കിലും, എങ്ങനെ ഇരുന്നാലും നമ്മുടെ കൊച്ച വളർത്തിയേ പറ്റൂ. ശ്രദ്ധിക്കുന്നോ? പക്ഷെ അഡോപ്റ്റ് ചെയ്യുന്നത് അങ്ങനല്ല. അഡോപ്റ്റ് ചെയ്യുന്നത് അങ്ങനല്ല. എന്തേലും എടുക്കുവല്ല, ഇഷ്ടപ്പെട്ടതിനെ എടുക്കത്തുള്ളൂ. Amen. Hallelujah. You are not here. എന്താ നീ ഇവിടെ വന്നിരിക്കുന്നറിയോ? തമ്പുരാന് നിന്നെ ഇഷ്ടപ്പെട്ടോണ്ടാ. വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന്, നാട്ടുകാർക്ക് നിന്നെ ഇഷ്ടമല്ലായിരിക്കാം, കുടുംബക്കാർക്ക് നിന്നെ ഇഷ്ടമല്ലായിരിക്കാം, പലർക്കും നിന്നോട് താല്പര്യമില്ലായിരിക്കാം. പക്ഷേ സ്വർഗത്തിലെ ദൈവം നിന്നെ ദത്തെടുത്തെങ്കിൽ, നിന്നെ അഡോപ്റ്റ് ചെയ്തെങ്കിൽ, അവൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടാ. Hallelujah. Amen. Are you listening me? Hallelujah. അഡോപ്ഷന് മറ്റൊരു പ്രത്യേകതയുടെ ഉണ്ട്. പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യത്തില്ല. ഞാൻ ഇപ്പോഴും മറന്നു പോകാത്തൊരു സംഭവമുണ്ട്. നമ്മുടെ മിനിസ്ട്രിയിൽ ഒത്തിരി പേരെ കർത്താവ് വിടിവിച്ചിട്ടുണ്ട്, സൗഖ്യമാക്കിയിട്ടുണ്ട്. യേശു ഒത്തിരി പേർക്ക്, തലമുറകളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. പക്ഷേ സൂര്യ ടി വിയിൽ ഞങ്ങളുടെ പ്രോഗ്രാം ഉള്ള സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അന്ന് സൂര്യ ടി വിയിൽ രാവിലെ 6:30 മുതൽ 7 വരെ പ്രോഗ്രാം ഉണ്ടായിരുന്ന സമയത്ത് 2012 ഒരു ഓഗസ്റ്റ് മാസം 15-ാം തീയതി നമ്മുടെ ചർച്ചിൽ പ്രത്യേകമായ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് കൊട്ടാരക്കരയിൽ മദ്രാസിൽ നിന്ന്, ചെന്നൈയിൽ നിന്ന് ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വന്നു. അന്ന് ഭയങ്കര ജനം പ്രാർത്ഥിക്കാൻ ഇടിച്ചുകൂടി നിൽക്കുന്ന ടൈമാണ്. ആ കുടുംബം ചെന്നൈയിൽ നിന്ന് വന്നതാണ്. ഞാൻ ഓഫീസിൽ അവർ കയറി നിന്നു. നമുക്കറിയാം അവിടെ ഒത്തിരി സ്ഥലപരിമിതികളുണ്ട്. ഇവർ റൂമിൽ വന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് 28 വർഷമായിട്ട് മക്കളില്ല, 28 years ആയിട്ട് മക്കളില്ല. അപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്, ദ ലോർഡ് വിൽ ഡു ദ മിറക്കിൾ ഫോർ യു. Amen. ഉടനെ ഹസ്ബൻഡ്, പുള്ളി തമിഴനാ, പുള്ളിക്കാരി മലയാളിയാ. ഹസ്ബൻഡ് പറഞ്ഞു, പാസ്റ്റർ, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നത് മക്കൾ ഉണ്ടാകാൻ വേണ്ടിയല്ല. അപ്പൊ ഉടനെ ആ സഹോദരി ബാഗ് തുറന്നു. ബാഗ് തുറന്നിട്ട് 2 ഫോട്ടോഗ്രാഫ്സ് എടുത്തു. ഈ 2 ഫോട്ടോഗ്രാഫ്സ് എടുത്ത് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇടുക്കിയില് 2 കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യാനായിട്ട്, ലീഗലി തന്നെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ വന്നിരിക്കും. ഈ 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ പാസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പറയണം ഇതിലേത് കൊച്ചിനെയാ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ടിയെന്ന്. ഞാൻ ആകെ കുടുങ്ങി. ഹല്ലേലൂയ. ഈ ഫോട്ടോ മേടിച്ച് പ്രാർത്ഥിക്കാൻ എൻ്റെ മനസ്സിൽ മാനുഷികമായി ഒരു പ്രേരണ വരുമ്പോൾ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ അത് ചെയ്യരുത്. ഞാൻ അവർക്ക് ഒരാൺ തലമുറയെ കൊടുക്കാൻ പോകാം. ഞാനൊരു വിഷൻ അവിടെ നിന്ന് കാണുകയാണ്. ഒരു ബ്ലൂ കളർ ടവലിൽ ഇതേ സഹോദരി ഒരു കുഞ്ഞിനെ പിടിച്ചോണ്ട് കൊട്ടാരക്കര ചർച്ചിന്റെ സ്റ്റേജിൽ നിൽക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, ഇത് 2-ൽ ഏതാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ദൈവം വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ ഒരു കാര്യം കർത്താവ് അറിയിക്കുന്നു, ദൈവം നിങ്ങൾക്ക് ഒരു ആൺ സന്തതിയെ തരാൻ പോവുകയാണ്.
പുള്ളിക്കാരൻ ഇങ്ങനെ അപ്സെറ്റായി, 28 വർഷം മക്കളില്ലാതെ നിൽക്കുന്ന ആ മനുഷ്യൻ ഇങ്ങനെ അപ്സെറ്റായി നിന്ന് നോക്കുകയാണ്. ഞാൻ ആ സഹോദരിയുടെ മേളിൽ കൈവച്ച പൊട്ടും നനവേ ആ സഹോദരി ആത്മവിവശതയിൽ പോയി. ആ സഹോദരന് വേണ്ടിയും പ്രാർത്ഥിച്ചു. അവർ രണ്ടുപേരെ എഴുന്നേറ്റ് രണ്ടുപേരും കൈകോർത്ത് പിടിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. അവരോട് പ്രൊഫസ് ചെയ്തു, അവരെ പറഞ്ഞു വിട്ടു. 2013 അന്ന് ഞങ്ങൾ TV പ്രേക്ഷക സംഗമം മീറ്റിംഗ് നടത്തുന്ന ടൈമാണ്. അന്ന് സൂര്യ TV-യിലും ഏഷ്യാനെറ്റ് ന്യൂസിലും അങ്ങനെ പല ചാനലുകളിൽ രാവിലെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് പവർ വിഷനിലും ഒത്തിരി ചാനൽസിലുണ്ടായിരുന്നു. ഇപ്പം അത്രയില്ല, ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ സംഭവങ്ങളായതുകൊണ്ട്. അന്ന് TV പ്രേക്ഷക സംഗമങ്ങൾ വെക്കുമായിരുന്നു. പാലക്കാടും തിരുവൂരും എറണാകുളത്തും ചെന്നൈയിലും ബാംഗ്ലൂരിലും ബോംബെയിലും എല്ലാം. ഞങ്ങൾ 2013 ഒരു TV പ്രേക്ഷക സംഗമം വെച്ചു. ആ TV പ്രേക്ഷക സംഗമം വെച്ച് അത്യാവശ്യം ആളുണ്ടായിരുന്നു. ഒരു 100-300 പേരോളം ഉണ്ടായിരുന്നു. അത്യാവശ്യം ആളുണ്ടായിരുന്നു. ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാക്ഷ്യത്തിന് ഇതുപോലെ സമയം വെച്ചു. സമയം വെച്ചപ്പോ ഈ അങ്കിളും ഈ ആന്റിയും ഈ സഹോദരിയും കൂടെ ഈ സാക്ഷ്യം പറയുന്നവരുടെ കൂട്ടത്തിൽ വന്ന് നിന്നു. എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നതെന്ന്. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്തെങ്കിലും വിടുതലാണോ, സൗഖ്യമാണോ, ജോലി കിട്ടിയതാണോ, പലതും ആകാം. ഇങ്ങനെ ഓരോരുത്തർ സാക്ഷ്യം പറഞ്ഞു. ഇവർ രണ്ടുപേരും കയറി വന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹോദരൻ, എനിക്കൊന്ന് സന്തോഷ് പാസ്റ്റർ ആണെന്ന് തോന്നുന്നു, സന്തോഷ് പാസ്റ്റർ മൈക്കിലൂടെ പറഞ്ഞു, പാസ്റ്റർ ഇവര് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 15 കേഴ്സ് ബ്രേക്കിംഗ് സെക്ഷനിൽ ബ്ലെസ്സിംഗ് പ്രയറിൽ കൊട്ടാരക്കര ചർച്ചിൽ വന്നവരാണ്. 28 വർഷമായിട്ട് ഇവർക്ക് മക്കളില്ലായിരുന്നു. അന്നേരം സന്തോഷ് പാസ്റ്ററോട് ഇവരെല്ലാ കാര്യവും പറഞ്ഞില്ല, സമയമില്ലല്ലോ. അന്നേരം പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇവരോട് പറഞ്ഞു, ഇവർക്ക് ഒരു ആൺകുഞ്ഞിനെ ദൈവം കൊടുക്കുമെന്ന്. ഈ സഹോദരി ഇപ്പോൾ 3 മാസം ക്യാരിയിങ് ആണ്. 2014 ഈ കുടുംബം കൊട്ടാരക്കര ചർച്ചിൽ വന്നു. ഞാൻ അവരോട് ബ്ലൂ ടവലിൽ നിങ്ങളൊരു കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണോ അവർ ബ്ലൂ ടവലിൽ പൊതിഞ്ഞുകൊണ്ട് വന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കൃത്യമായി അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നീ വെള്ളം മേടിക്കാൻ പോയാലും കിട്ടത്തില്ല. ഹല്ലേലൂയ. അവരുടെ കുഞ്ഞുമായിട്ട് വന്ന് 28 വർഷത്തിന് ശേഷം ദൈവം തലമുറ കൊടുത്ത സാക്ഷ്യം പറഞ്ഞിരിക്കുമ്പോൾ, ഹേ ദൈവമക്കളെ, ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ ദൈവത്തെ ഞാൻ എത്ര മഹത്വപ്പെടുത്തിയാൽ, അവന്റെ നാമത്തെ എത്ര ഉയർത്തിയാൽ മതിയാകും. പക്ഷെ അവര് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു, ഈ 2 കുഞ്ഞുങ്ങളെയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. 2-3 വർഷത്തെ അന്വേഷണത്തിൽ ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് കണ്ടെടുത്തതാണ്. അപ്പൊ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ, ദത്തെടുക്കണമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ടാകണം. സാധാരണ അങ്ങ് എടുക്കുവല്ല. അങ്ങനാണെങ്കിൽ ക്രിസ്തുവിൽ അവൻ നമ്മെ ദത്തെടുത്തെന്ന് പറഞ്ഞാൽ ആയിരങ്ങളുടെ ലക്ഷങ്ങളുടെ ഇടയിൽ നിന്ന് നിന്നെ പിക്ക് ചെയ്തെന്നല്ലേ? ഓ, ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. 10,000ങ്ങളുടെ ഇടയിൽ നിന്ന് കരമടിച്ച് തുറന്ന അധരങ്ങളെ ലക്ഷം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു യോഗ്യതയും പറയാനില്ലാത്ത എന്നെ, ഒരു അർഹതയും പറയാനില്ലാത്ത എന്നെ, ഒരു കഴിവും പറയാനില്ലാത്ത എന്നെ അവൻ ദത്തെടുത്തു, തെരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, ഒരു കുടുംബം ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്താൽ അവരുടെ എല്ലാ സ്വത്തുക്കളും, അവരുടെ എല്ലാ നന്മകളും ആ കൊച്ചിന് കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. അഡോപ്റ്റ് ചെയ്യുന്നത് അനന്തര അവകാശി ഉണ്ടാകാൻ വേണ്ടിയാണ്. ക്രിസ്തുവിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ എന്നെയും അവൻ ദത്തെടുത്തെങ്കിൽ, ഒന്ന് സ്നേഹിച്ചതുകൊണ്ട് തന്നെ, ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ, ബോധിച്ചതുകൊണ്ട് തന്നെ. ഹല്ലേലൂയ. ചിലര് നിങ്ങളെ നോക്കിയിട്ട് മൈൻഡ് ചെയ്യാതെ പോയില്ലേ? ഒന്നും വേണ്ട, നിങ്ങൾ അവരെ നോക്കി ചിരിക്ക്, നിങ്ങൾ അവരെ ബ്ലസ് ചെയ്യ്. എന്നിട്ട് നിന്റെ ഹൃദയത്തിൽ പറ, ഞാൻ തമ്പുരാന്റെ ചങ്കാന്ന് പറ. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് എന്നെ ഭയങ്കര സ്നേഹമെന്ന് പറ. എന്റെ കർത്താവിന് എന്നെ ഭയങ്കര ഇഷ്ടമെന്ന് പറ. ഞാൻ വലിഞ്ഞു കയറി വന്നതല്ല, ഞാൻ ആവശ്യപ്പെട്ടതുമല്ല, എന്നെ ദത്തെടുത്തോണ്ട് പോയതാ.
വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. Hallelujah. ആമേൻ. Amen. ആമേൻ. അവൻ ദത്തെടുത്തെങ്കിൽ ഉറപ്പായിട്ടും അവന്റെ അവകാശങ്ങൾ, അവനിലുള്ളതെല്ലാം എനിക്കും നിങ്ങൾക്കും കൈമാറാൻ തന്നെയാണ്. Amen. ഞാൻ ഇന്നത്തെ മീറ്റിംഗിൽ ഫസ്റ്റിലെ ഒരു പ്രൊഫറ്റിക് ഡിക്ലറേഷൻ ഇടുകയാണ്. ഇന്ന് ഇതിനകത്ത് ചില സ്വർഗീയ കൈമാറ്റങ്ങൾ നടക്കും. Yes. I receive ഇന്ന് it. ഇതിനകത്ത് ചില സ്വർഗീയ കൈമാറ്റങ്ങൾ I നടക്കും. receive it. In the name of Jesus. ഒരു സ്ട്രെസ്സും വേണ്ട, ഒരു ആൻസൈറ്റിയും വേണ്ട, ഒരു ഭാരവും വേണ്ട. നീ കർത്താവിന്റെ കൈക്കകത്ത്. അവൻ നിന്നെ വെറുതെ എടുത്തതല്ല, അവൻ നിന്നെ സ്നേഹത്തോടെ കയ്യിലെടുത്തതാ. Hallelujah. ചിലര് പറയത്തില്ലേ, എന്നെ കാണാനൊന്നും വലിയ രസമൊന്നുമില്ല, എന്നെ കാണാൻ അവരെ പോലെ വലിയ ഭംഗിയൊന്നുമില്ല. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? നിന്നെ ഉലകം മുഴുവൻ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചം മുഴുവനും. സ്വിറ്റ്സർലാൻഡ് കണ്ടിട്ടുണ്ടോ? എന്നാ രസാന്നറിയോ കാണാൻ? ന്യൂസിലാൻഡിൽ പോയിട്ടുണ്ടോ? ദൈവം സൃഷ്ടിച്ചതായി സ്വിറ്റ്സർലാൻഡ്, ദൈവം സൃഷ്ടിച്ചതായി ന്യൂസിലാൻഡിൽ അറ്റ്ലീസ്റ്റ് മൂന്നാർ പോയിട്ടുണ്ടോ? എന്നാ രസാ കാണാൻ. ബട്ടർഫ്ലൈയെ കണ്ടിട്ടുണ്ടോ? പൂമ്പാറ്റയെ കണ്ടിട്ടുണ്ടോ? എന്നെ കളർഫുള്ളാ കാണാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം സൃഷ്ടിച്ചതൊക്കെ കാണാൻ എന്നെ രസാ, എന്നെ കളർ കോമ്പിനേഷനാ, എന്നെ ബ്യൂട്ടിഫുള്ളാ. ആ തമ്പുരാന് നിന്നെ പിടിക്കണമെങ്കിൽ നീ എത്ര സൗന്ദര്യമുള്ളതാ ദൈവത്തിന്റെ മുമ്പിൽ. ആ ദൈവത്തിന് നിന്നെ ബോധിക്കണമെങ്കിൽ, ആ ദൈവത്തിന് നിന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ നീ ദൈവത്തിന് എത്ര പ്രഷ്യസാ. വിശ്വസിക്കുന്നവരൊന്ന് കൈകൾ അടിച്ച് സ്വീകരിച്ച്. ആ ദൈവത്തിന് എത്ര പ്രഷ്യസാ. Hallelujah. I am feeling the mighty presence here. Amen. Amen. വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ. അപ്പൊ വിശ്വാസിക്ക് എന്ത് വേണം? എല്ലാരും വാ തുറന്ന് പറ, വിശ്വാസിക്ക് വിശ്വാസം വേണം. വിശ്വാസിക്ക് വിശ്വാസം വേണം. പക്ഷെ പേരെന്തുവാ? വിശ്വാസം. എന്തുവാ ഇല്ലാത്ത? വിശ്വാസം. ഈ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നെയ്യപ്പം ഉണ്ട്. നെയ്യപ്പം നിങ്ങളുടെ നാട്ടിലുണ്ടോ? എവിടാ നെയ്യപ്പം? പേരെന്തുവാ? പക്ഷെ അത് ഉണ്ടാക്കിയത് പാം ഓയിലില്ല. സത്യം പറഞ്ഞ നെയ്യപ്പം ഇന്ന് വരെ എന്ത് കണ്ടിട്ടില്ല, നെയ്യ് കണ്ടിട്ട് പോലുമില്ല. പേരെന്തുവാ? വിശ്വാസി എന്നാ. പക്ഷെ എന്തില്ല? വിശ്വാസം. പക്ഷേ ഞാൻ പറയുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വാസത്തിൽ ഉറയ്ക്കണം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു, ഞാൻ അറിയുന്നു. ഞാൻ ആ വാക്കൊന്നുകൂടെ ഒന്ന് അടിവരയിടുകയാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി. ആ ദിവസത്തോളം എന്നെ കാക്കാൻ അവൻ ശക്തൻ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. വീൽ ചെയറിലിരിക്കുന്ന ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ 5.5 കോടി രൂപ കടമുള്ള മനുഷ്യൻ, തകർന്ന മനുഷ്യൻ ഫ്രണ്ടിൽ വന്ന് നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് 5 crore ബാധ്യതയിലാണെന്ന് പറയുമ്പോൾ അവന്റെ മേളിൽ കൈവച്ച് അവന് വേണ്ടി ചിലത് പ്രഖ്യാപിക്കാൻ, അവന് വേണ്ടി ചിലത് പ്രവചിക്കാൻ, അവനെ നോക്കി ചിലത് പറയാൻ ചങ്കിനകത്ത്, ഉള്ളിനകത്ത് എൻ്റെ ദൈവം 5 കോടിയേക്കാൾ വലിയവനാന്നുള്ള വിശ്വാസം വേണം. എന്റെ ദൈവം രോഗങ്ങളെക്കാൾ വലിയവനാന്നുള്ള വിശ്വാസം വേണം. എന്റെ ദൈവം എന്റെ പ്രശ്നങ്ങളെക്കാൾ വലിയവനാന്നുള്ള വിശ്വാസം വേണം. എന്റെ ദൈവം ഞാൻ ഇന്ന് ഫേസ് ചെയ്യുന്ന എല്ലാ പ്രതിസന്ധികളെക്കാളും വലിയവനാണ്. He is greater than anything in my life. Hallelujah. Amen. അതാ 1 യോഹന്നാൻ 4:4 ബൈബിൾ പറയുന്നത്, നിങ്ങളിൽ ഉള്ളവൻ. കുഞ്ഞുങ്ങളെ, ഒരു വിളി കേട്ടെ, കുഞ്ഞുങ്ങളെ. ആ വാക്യം നോക്കിയേ, കുഞ്ഞുങ്ങളെ, ചിൽഡ്രൻ, മൈ ചിൽഡ്രൻ.
അടിമകളെ നല്ല വിളിച്ചത്, അനാഥരെ നല്ല വിളിച്ചത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിലുള്ളവരാകുന്നു, അവരെ ജയിച്ചിരിക്കുന്നു. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. Greater is he that is in you. അതുകൊണ്ട് are you ready? എബ്രായർ 3:12 എഴുതിയിരിക്കുകയാണ്, സഹോദരന്മാരെ, ജീവനുള്ള ദൈവം, സഹോദരിമാരെ, അങ്ങനെ പറയാം എല്ലാരെയും കൂടെ ചേർത്ത, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നിങ്ങൾ നോക്കുവിൻ. അപ്പോഴേ അതിനെ അടിച്ചു താഴ്ത്തണം. അവിശ്വാസം ഉള്ള ദുഷ്ടഹൃദയം, അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഈവിൾ ഹാർട്ട് എന്നാണ്, ഈവിൾ ഹാർട്ട് ഓഫ് അൺബിലീഫ് എന്നാണ്. ദുഷ്ടഹൃദയം എന്ന് മലയാളത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ പിറകിൽ നിൽക്കുന്ന ഒരു ഈവിൾ സ്പിരിറ്റ് ഉണ്ട്. താങ്ക് യു ലോർഡ് ജീസസ്. ഞാൻ ഉറപ്പായും പറയുന്നു, നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. ഡോക്ടർ ബില്ലി ഗ്രഹാമിന്റെ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പരാമർശമുണ്ട് വിശ്വാസത്തെക്കുറിച്ച്. അദ്ദേഹം പറയുകയാണ്, ആ ലോകപ്രസിദ്ധ സുവിശേഷകനും ആദരണീയനുമായിരുന്ന ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ഡോക്ടർ ബില്ലി ഗ്രഹാം, നിങ്ങളൊരു കസേരയിൽ വന്നിരിക്കുമ്പോൾ, നിങ്ങൾ എൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, ഈ പ്രാർത്ഥനാ യോഗത്തിൽ വന്നിരിക്കുന്നു, നിങ്ങളിൽ ഒരു വ്യക്തി പോലും നിങ്ങൾ ആ കസേരയിൽ വന്നിരുന്നതായ സമയത്ത് നിങ്ങളിൽ ആരെങ്കിലും ഞാൻ അങ്ങോട്ടിപ്പോ ഈ കസേരയിൽ ഇരിക്കും, ഠം കസേര ഒടിഞ്ഞ് ഞാൻ തറയെ വീഴും എന്ന് നിങ്ങൾ ചിന്തിച്ചോ? മനസ്സിലെങ്കിലും വന്നോ? ആരെങ്കിലും കസേര എടുത്ത് പൊക്കി അതിന്റെ കാലെല്ലാം ചെക്ക് ചെയ്തിട്ടിരുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ആരും തന്നെ ഇല്ല. നിങ്ങൾ വന്നപ്പോഴേ നിങ്ങൾക്കൊരു കസേര കിട്ടി, ആ കസേരയിൽ നിങ്ങൾ ഇരുന്നു. നിങ്ങൾ വേറൊരു കാര്യം പോലും ചിന്തിക്കുക പോലും ചെയ്തില്ല. എന്റെ ചോദ്യം, ഒടിയത്തില്ലെന്ന് ആര് പറഞ്ഞു? കസേരയിലോട്ടിരിക്കും, ടപ്പാന്നങ്ങ് ഒടിഞ്ഞു പോയ എന്ത് ചെയ്യും? വല്ല ഉറപ്പുണ്ടോ? പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കൽ പോലും ആ കസേര ഒടിയുമെന്ന് നിങ്ങൾ ചിന്തിച്ചില്ല. ഡോക്ടർ ബില്ലി ഗ്രഹാം പറയുകയാണ്, എൻ്റെ വാക്കല്ല, അദ്ദേഹം പറയുകയാണ്, ആ കസേരയിലുള്ള വിശ്വാസയിലും ദൈവത്തിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ എന്നേ രക്ഷപ്പെട്ടേനെയായിരുന്നു. കാരണം മനസ്സിൽ പോലും ഒരു ഡൗട്ട് വരുന്നില്ല, ചിന്തിക്കുന്നില്ല, അവിശ്വസിക്കുന്നില്ല. കാരണം അവിശ്വാസം ഒരു ദുഷ്ടഹൃദയമാണ്. അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിൽ തന്നെ ഞാൻ വായിച്ച മറ്റൊരു ആർട്ടിക്കിൾ, ഒരു സംഭവമുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ അമേരിക്ക എന്ന രാജ്യത്തിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ. ചാർലി ക്രിക്കിന്റെ ഒക്കെ സംഭവങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാണാനായിട്ടിടയായി. ശരിക്കും പറഞ്ഞാൽ മറ്റൊരു ബില്ലി ഗ്രഹാമായിരുന്നു ആ മനുഷ്യന്. അമേരിക്ക വളരെ പ്രതീക്ഷയോടെ, ലോക രാജ്യങ്ങൾ, യൗവനക്കാർ, വലിയൊരു സമൂഹം വലിയ പ്രതീക്ഷയോടെ കണ്ടൊരു യൗവനക്കാരനായിരുന്നു. വെരി പെയിൻഫുൾ തിങ്. എനിവേ, ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് പറയാൻ പറ്റില്ല. ഡോക്ടർ ബില്ലി ഗ്രാമിൻ്റെ ക്രൂസൈഡിൽ ഒരു നിരീശ്വരവാദി പങ്കെടുത്തു. ആ നിരീശ്വരവാദി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം 1,00,000-ലധികം കോപ്പികൾ വിറ്റഴിച്ച പുസ്തകമാണ്. 1 lakh എബോ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട് 1 lakh എബോ കോപ്പി സോൾഡായി വിറ്റുപോയി എന്ന്. ആ പുസ്തകത്തിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന പുസ്തകത്തിന്റെ പേര് ദൈവം മരിച്ചു എന്നാണ്. ദൈവം മരിച്ചു. അപ്പോൾ 1,00,000-ലധികം ആളുകൾ ഈ പുസ്തകം വായിച്ചു. അതിൽ 10,000-ലധികം ആളുകൾ ദൈവവിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അപ്പൊ ഇങ്ങേർക്ക്, ഈ നിരീശ്വരവാദിക്ക്, ഈ എത്തിസ്റ്റിന് ആഗ്രഹം, ഈ പുസ്തകം ബില്ലി ഗ്രഹാമിന് കൊടുക്കണം. ഇത് ബില്ലി ഗ്രഹാമിനെയും കൊണ്ട് വായിപ്പിക്കണം. നമ്മൾ നാട്ടിൽ പറയുന്ന പോലെ ഈ തേനീച്ചയുടെ റാണിയെ പിടിച്ചാൽ
ബാക്കി സെറ്റാകുമെന്ന് പറയുന്നത്. ഇത് ബില്ലി ഗ്രഹാമിന് കൊടുക്കണം. അങ്ങനെ പെട്ടെന്ന് കയറാൻ പറ്റത്തില്ല. വോളണ്ടിയേഴ്സിനോടൊക്കെ പറഞ്ഞു, ഞാനൊരു പുസ്തകം എഴുതി, ആ പുസ്തകം എനിക്ക് ബില്ലി ഗ്രഹാമിന് കൊടുക്കാൻ വേണ്ടിയാണ്, എനിക്ക് അദ്ദേഹത്തെ കാണാൻ ഒരു പെർമിഷൻ തരണം എന്നൊക്കെ പറഞ്ഞ് ഈ ക്രൂസൈഡിൽ പങ്കെടുക്കുകയാണ്. ബില്ലി ഗ്രഹാം ക്രൂസൈഡിൽ അന്ന് പ്രസംഗിച്ചു. 45 മിനിറ്റ്സ് മെസ്സേജ് കൊടുത്തു. ഒത്തിരി ആളുകൾ രക്ഷിക്കപ്പെട്ടു, കർത്താവിലേക്ക് വന്നു. ആ റാമ്പിനകത്തുനിന്ന് ബില്ലി ഗ്രഹാമും കൂട്ടരും ഇങ്ങനെ ഇറങ്ങി വരുമ്പം ഈ നിരീശ്വരവാദി പെർമിഷൻ എടുത്തിട്ടാ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, സാർ, ഞാൻ മണിക്കൂറുകളായി നിങ്ങളെ കാത്തു നിൽക്കുകയാണ്, മറ്റൊന്നിനും വേണ്ടിയല്ല, ഞാൻ എഴുതിയ ഈ പുസ്തകം നിങ്ങൾക്ക് സമ്മാനിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ബില്ലി ഗ്രഹാം പറഞ്ഞു, അതിൻ്റെ റാപ്പ്, അതിൻ്റെ കവർ ഇളക്കാൻ പറഞ്ഞു. കവർ ഇളക്കി. അപ്പോൾ ബില്ലി ഗ്രഹാം കണ്ടു ദൈവം മരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ബില്ലി ഗ്രഹാം ചോദിച്ചു, എന്താണ് നിന്റെ പുസ്തകത്തിൻ്റെ പേര്? പുള്ളിക്കാരൻ തല ഉയർത്തി വളരെ കോൺഫിഡൻസോടെ ബില്ലി ഗ്രഹാമിന്റെ കണ്ണെ നോക്കി പറഞ്ഞു, ദൈവം മരിച്ചു. ബില്ലി ഗ്രഹാം ആശ്ചര്യത്തോടെ തിരിച്ചു ചോദിച്ചു, എപ്പോ? ഞാൻ അരമണിക്കൂർ മുമ്പ് സംസാരിച്ചാണല്ലോ, എന്നോട് സംസാരിച്ചാണല്ലോ, ഞാൻ അരമണിക്കൂർ മുമ്പ് സംസാരിച്ചാണല്ലോ, എന്നോട് തിരിച്ച് സംസാരിച്ചാണല്ലോ, ഇതിന്റെ ഇടയിൽ എപ്പം മരിച്ചു? വേറെ 2-3 കാര്യങ്ങളോട് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് എൻ്റെ ഉദ്ദേശം പറയുന്നത് ശരിയല്ല, കൃത്യമായിട്ട് പറയാൻ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ മനുഷ്യൻ അടുത്ത ദിവസത്തെ മീറ്റിംഗിൽ, ബില്ലി ഗ്രഹാമിന്റെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത് രക്ഷിക്കപ്പെട്ടെന്നാണ് ടെസ്റ്റ് മണി. ഈ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് വ്യക്തിപരമായ അനുഭവവും ഒരു തിരിച്ചറിവുമാണ്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞിട്ട്, വിശ്വാസം ഒരു അടിച്ചേൽപ്പിക്കലല്ല. പറഞ്ഞാട്ടെ, വിശ്വാസം ഒരു അടിച്ചേൽപ്പിക്കലല്ല. അപ്പൊ ഞാൻ ഈ ഇരിക്കുന്ന സഹോദരനോട്, വിശ്വസിക്കണം ബ്രദറെ, വിശ്വസിക്കണം ബ്രദറെ, ബ്രദർ അങ്ങോട്ട് വിശ്വസിക്കും ബ്രദറെ, ഈ ബ്രദറെ വിശ്വസിക്കൂ. വിശ്വാസം ഒരു തിരിച്ചറിവാണ്, വിശ്വാസം ഒരു എൻകൗണ്ടറാണ്, വിശ്വാസം ഒരു അനുഭവമാണ്. എന്നാൽ ഞാൻ വീണ്ടും ഉറപ്പായും പറയുന്നു, നീ ദൈവത്തിൽ ഒരു സംശയമില്ലാതെ ഹൃദയപൂർവ്വം വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് ചാടി കടലിലേക്ക് പോക എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞതുപോലെ സംഭവിക്കും. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. Are you ready to receive the deliverance? Yes. I want to prophesy for some people here. Romans chapter 4 verse 19. അവൻ അബ്രഹാം, അവനെന്ന് എഴുതിയിരിക്കുന്നിടത്ത് അബ്രഹാം എന്ന് ചേർത്ത് വായിക്കണം. അബ്രഹാം ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവിടെ എഴുതിയിരിക്കുകയാണ് 19-ാം വാക്യത്തിൽ, 100 വയസ്സുള്ളപ്പോൾ അബ്രഹാമിനറിയാം തന്റെ ശരീരത്തിന്റെ അവസ്ഥ. അടുത്തിരിക്കുന്ന ആളോട് കൈകൊടുത്ത് പറഞ്ഞ്, നമുക്കറിയാം നമ്മുടെ അവസ്ഥ. നമുക്കറിയാം നമ്മുടെ അവസ്ഥ. നിങ്ങളുടെ സാമ്പത്തിക വിഷയം നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്തിലൂടെ കടന്നു പോകുന്നതിന് നിങ്ങൾക്കറിയാം. ഇതുപോലെ അബ്രഹാമിനും അറിയായിരുന്നു ഇനി മക്കൾ ഉണ്ടാകാൻ ഒരു സാധ്യതയില്ലെന്ന്. പക്ഷെ അബ്രഹാം വിശ്വസിച്ചത് നിർജീവത്വത്തെ അല്ല, അബ്രഹാം വിശ്വസിച്ചത് സാഹചര്യത്തെ അല്ല, അബ്രഹാം വിശ്വസിച്ചത് ദൈവത്തിന്റെ വാഗ്ദത്തത്തെയാണ്. I'm feeling the anointing here. അബ്രഹാം വിശ്വസിച്ചത് സാഹചര്യത്തെ അല്ല, അബ്രഹാം വിശ്വസിച്ചത് തന്റെ അവസ്ഥയെ അല്ല, അബ്രഹാം വിശ്വസിച്ചത് തന്റെ ഹെൽത്തിനെ അല്ല, അബ്രഹാം വിശ്വസിച്ചത് ഡോക്ടർമാരുടെ റിപ്പോർട്ടിനെ അല്ല, അബ്രഹാം വിശ്വസിച്ചത് ബ്ലഡ് ടെസ്റ്റിനെ അല്ല, അബ്രഹാം വിശ്വസിച്ചത് തന്റെ ഹെൽത്തിനെ അല്ല, അബ്രഹാം വിശ്വസിച്ചത് ദൈവം തനിക്ക് നൽകിയ വാഗ്ദത്തത്തെയാണ്. അതിനകത്ത് സംശയിക്കാതെ, പറഞ്ഞേ സംശയിക്കാതെ, സംശയിക്കാതെ. റെയ്നാർഡ് ബോങ്കെ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, I am doubting my doubts. ഞാൻ എപ്പോഴും പിശാചന്റെ അകത്ത് കൊണ്ടുവരുന്ന സംശയങ്ങളെ സംശയിക്കുന്നു. ഹല്ലേലൂയ.
പിശാചിന്റെ അകത്ത് കൊണ്ടുവരുന്ന എല്ലാ സംശയങ്ങളെയും ഞാൻ സംശയിക്കുന്നു. കാരണം സാത്താൻ ഭോഷ്ക് പറയുന്നവനും ആ ഭോഷ്ക് പറയുന്നതിന്റെ കള്ളം പറയുന്നതിന്റെ അപ്പനുമാകുന്ന ഡോക്ടറേറ്റ് എടുത്തവനാന്ന യേശു കർത്താവ് പറഞ്ഞേ. നിന്റെ ചെവിയിൽ അവൻ കള്ളമേ പറയത്തുള്ളൂ. പിശാച് കള്ളമാ പറയുന്നെങ്കിൽ യേശു സത്യമാണ്. യേശു സത്യമാണ്. യേശു സത്യമാണ്. റൈറ്റ് അല്ല, ട്രൂത്ത് ആണ്. പറഞ്ഞ യേശു സത്യമാണ്. യേശു സത്യമാണ്. പറഞ്ഞ ശരിയുണ്ട്, ശരിയുണ്ട്, സത്യമുണ്ട്. സത്യമുണ്ട്. ഉറക്കെ പറഞ്ഞ ശരിയുണ്ട്, ശരിയുണ്ട്, സത്യമുണ്ട്. സത്യമുണ്ട്. സത്യം ബൈബിളാണ്. സത്യ ദൈവം യേശുവാണ്. ഇത് സത്യ വേദപുസ്തകമാണ്. ഇത് സത്യ സുവിശേഷമാണ്. ദൈവം സത്യമാണ്. ഹല്ലേലൂയ. എന്ന ശരികളുണ്ട്. നമ്മൾ വിശ്വസിക്കേണ്ടത് ശരികളെ അല്ല. ഇപ്പൊ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറയാണ്, ബ്രദറെ എനിക്ക് 50 ലക്ഷം രൂപ കടമുണ്ട് ബ്രദറെ. നമുക്ക് പറയാൻ പറ്റുമോ അത് ശരിയല്ലെന്ന്? പറ്റുമോ? ആരും മിണ്ടാത്ത എന്നാ? ദാറ്റ് ഈസ് റൈറ്റ്. അത് ശരിയാണ് പുള്ളി പറഞ്ഞത്. ചില ആളുകൾ പറയും അങ്ങനൊന്നും പറയരുത്, അങ്ങനെ 50 ലക്ഷം കടം ഉണ്ടെങ്കിലും കടം ഉണ്ടെന്ന് പറയരുത്. അയ്യോ, അങ്ങനല്ല. സ്നേഹത്തിൽ സത്യം സംസാരിക്കാനാ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. നെഗറ്റീവ് പറയണ്ട, അതിലോട്ട് വരാം, തരാം. നെഗറ്റീവ് പറയണ്ട. ബ്രദറെ, ഇങ്ങനെ സ്കാൻ ചെയ്തപ്പം ഇങ്ങനൊരു കാര്യം ഡയഗ്നോസ് ചെയ്തു. ഇതാണ് എൻ്റെ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട്. ശരിയല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ശരിയാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 50 ലക്ഷം രൂപ പുള്ളിക്ക് കടം ഉണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്, പക്ഷെ അത് സത്യമല്ല. സത്യം ഈ പുസ്തകം പറയും. എന്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. ആ മനുഷ്യന് ആ രോഗമുണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്, ഡോക്ടർ പറഞ്ഞത് ശരിയാണ്, പക്ഷെ സത്യമല്ല. സത്യം ഈ പുസ്തകം പറയും, സത്യവേദ പുസ്തകം പറയും, അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കും. നിങ്ങളുടെ മക്കൾ പഠിക്കുന്നില്ല, നിങ്ങളുടെ മക്കൾ അനുസരിക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ സത്യം അതല്ല. സത്യം ബൈബിൾ പറയും. ബൈബിൾ പറയുന്നു, നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. അതുകൊണ്ട് വാ കൊണ്ട് പറയേണ്ടത് ഒരു കൂട്ടം ശരികളെ അല്ല, വാ കൊണ്ട് പറയേണ്ടത് ട്രൂത്താണ്, സത്യമാണ്. ഇന്ന് പകൽ ഈ ആരാധന മധ്യയിൽ വായ് തുറന്ന് സത്യവചനത്തെ റിപ്പീറ്റ് ചെയ്ത് നിന്നോട് തന്നെ നീ പറയുമ്പോൾ ആ വചനം നിന്നിൽ ക്രിയ ചെയ്യുന്നതും ആ വചനം സാഹചര്യങ്ങളെ കീഴ്മേൽ മറിക്കുന്നതും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മളെല്ലാം വിശ്വസിച്ചിരിക്കുന്നത് ഒരു കൂട്ടം ശരികളിലാണ്. കോവിഡിന്റെ ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മണികൾ കേട്ട ഒരു ടൈമാണത്. ഇപ്പോഴത്തെ പോലെ പോലും അല്ല, ഫ്ലോ ആയിരുന്നു. ടെസ്റ്റ് മണിയിൽ ഒഴുക്കായിരുന്നു. നമ്മുടെ സഭാവിശ്വാസികളോടുള്ള ബന്ധത്തിൽ ഞാൻ എല്ലാവരെ കുറിച്ചും അല്ല ഈ പറയുന്നത്. അന്ന് ഒത്തിരി ബിലീവേഴ്സ്, ഒത്തിരി വിശ്വാസികൾ നമ്മുടെ ചർച്ചിൽ പലരുടെയും ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ ദൈവം അയച്ചു. കോവിഡ് എന്ന് പറയുന്നത് ശരിയായിരുന്നു, പക്ഷെ അവർ വിശ്വസിച്ചത് ആ വർഷം ദൈവം അവർക്ക് കൊടുത്ത ആ സത്യമാണ്, ആ വചനമാണ്. മനുഷ്യന്റെ വാക്കല്ല, വചനം. ഹല്ലേലൂയ. ആ വചനം അവർ വിശ്വസിച്ചത്. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നോ അത് മാത്രമേ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ പറഞ്ഞാട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് 2001 എൻ്റെ വിശ്വാസം. ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനയിലാണ്. ഞങ്ങളൊരു 10-20 ചെറുപ്പക്കാർ മാത്രം വട്ടം കൂടി ഒന്നിച്ചു കൂടി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം ബാംഗ്ലൂരിൽ നിന്നൊരു പ്രവാചകൻ വന്നു ഞങ്ങളുടെ ഇടയിൽ. ആ പ്രവാചകൻ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ എൻ്റെ കോളേജിൽ പഠിക്കുന്ന എൻ്റെ കൂട്ടുകാരൻ അങ്കിളാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഗസ്റ്റിനെ ഒന്നും വിളിച്ച് ഓഫറിങ് കൊടുക്കാനും മീറ്റിംഗ് നടത്താനും ഒന്നുമുള്ള സാഹചര്യമില്ല, എല്ലാം പഠിക്കുന്ന പിള്ളേരാ. അപ്പോൾ ഈ പ്രവാചകൻ വന്നിട്ട്
ഞങ്ങളുടെ ഇടയിൽ വന്നിട്ട് ആ പ്രവാചകൻ കുറേ കാര്യങ്ങൾ പ്രവചിച്ചു. എന്നിട്ട് ആ പ്രവാചകൻ പറയുകയാണ്, ഒരു വലിയ ലോറിക്കകത്ത് കയറ്റിയാലും, വലിയൊരു ട്രക്കിനകത്ത് കയറ്റിയാലും തീരാത്ത സൗണ്ട് സിസ്റ്റവും മ്യൂസിക്കൽ എക്യുപ്മെന്റ്സും നിങ്ങളുടെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഞാൻ കാണുകയാണ്. ഞങ്ങൾ 20 പേരുണ്ട്. അപ്പൊ എൻ്റെ കൂട്ടത്തിലൊരു സഹോദരൻ, ചെറുപ്പക്കാരൻ, ഞങ്ങളെല്ലാം നമ്മുടെ ഭാഷ പറഞ്ഞാൽ തീ പിടിച്ച് നിൽക്കുന്ന പിള്ളേരാണ്. കർത്താവിന് വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരു കൂട്ടം. ഹല്ലേലൂയ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, കണ്ടോ ഇന്ന് ദൈവം പുള്ളി പോയി കഴിഞ്ഞിട്ടാ, കണ്ടോ ഇന്ന് ദൈവം ഇടപെട്ടുണ്ടോ. ഞാൻ അന്നേ പറഞ്ഞായിരുന്നു നമുക്കൊരു ചെറിയ സൗണ്ട് സിസ്റ്റം വേണമെന്ന്. നമ്മൾ കിടന്നിങ്ങനെ പറഞ്ഞു, നമുക്കൊരു കൊച്ചു ബോക്സും അതിൻ്റെ ഒരു സംവിധാനവും കർത്താവ് തരാൻ പോവാന്ന് പറഞ്ഞിട്ടോ. ഞാൻ പറഞ്ഞ ചെറിയ ബോക്സ് അല്ല. ഒരു ലോറിക്കകത്ത്, ഒരു ട്രക്കിനകത്ത് കയറത്തക്ക നിലയിലുള്ള സൗണ്ട് സിസ്റ്റം വേണ്ടി വരണമെങ്കിൽ അത്രയും ജനം വേണം. കാരണം ക്രൗഡിനനുസരിച്ച് ആ സൗണ്ടിന്റെ കപ്പാസിറ്റി കൂട്ടുന്നേ. അപ്പൊ ഒരു ട്രക്കിനകത്ത് കയറ്റുന്ന സൗണ്ട് സിസ്റ്റമാണ് നമുക്ക് വരാൻ പോകുന്ന കൂട്ടായ്മയിൽ വരുന്നതെങ്കിൽ നല്ല ജനം ഉണ്ടാവും. 20 പേരുമായിട്ട് ഇരിക്കുമ്പം. അപ്പൊ ഞാൻ വിശ്വസിച്ചത് അതാണ്. ഞാൻ എന്ത് വിശ്വസിക്കുന്നു, നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു, അതേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. Hallelujah. Thank you Holy Spirit. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ. ഇന്നലെ രാത്രി ഞാൻ ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ ഒത്തിരി ലേറ്റ് ആയി. പക്ഷെ രാത്രി കുറേ സമയം ഒരു മിഡ് നൈറ്റ് ടൈമിൽ ടയേർഡായിരുന്നു. ആ സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, അപ്പച്ചാ ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഒത്തിരി പേര് പ്രതീക്ഷയോടെ വരുന്നുണ്ട്. നീ വിശ്വാസത്തെക്കുറിച്ചും അബ്രഹാമിനെ കുറിച്ചും വിശ്വാസ ജീവിതത്തെക്കുറിച്ചുമാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എന്താ നിന്റെ ജനത്തോട് നിനക്ക് പറയാനുള്ളത്? കർത്താവ് ആ സമയത്ത് ഒരു സംഭവം വായിക്കാനായിട്ട് ഞാനതാ ഈ മാർക്കർ മാറ്റിയ ബൈബിൾ തുറന്നേ. എൻ്റെ അടുത്ത് കർത്താവ് അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം വായിക്കാൻ ഒരു പ്രേരണ തന്നു. 27-ാം അധ്യായം തുടങ്ങുമ്പോൾ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, അപ്പോസ്തലനായ പൗലോസിനെയും കൂട്ടരെയും അഗ്രിപ്പ രാജാവിന്റെ ആഹ്വാന പ്രകാരം കപ്പലിനകത്ത് കയറ്റി റോമിലെ ജയിലിൽ അടയ്ക്കാൻ കൊണ്ടുപോവുകയാണ്. റോമിൽ, ഇത്താലിക്ക എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഇറ്റലി എന്നാണ് എഴുതിയിരിക്കുന്നത്. റോമിലെ ജയിലിൽ അടയ്ക്കാൻ കൊണ്ടുപോവുകയാണ്. ആ കപ്പലിനകത്ത് പൗലോസും കൂട്ടരും കയറി യാത്ര ചെയ്യുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, കാറ്റ് പ്രതികൂലമാകയാൽ കുപ്രോസ് ദ്വീപിന്റെ മറ പറ്റി ഓടി. പറഞ്ഞ് വാ കൊണ്ടെന്ന് പറഞ്ഞ്, പ്രതികൂലത്തിന്റെ കാറ്റ്. ആമേൻ. കാറ്റ് പ്രതികൂലമാകയാൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ റൂട്ട് മാറി ഓടി. ശരിക്കും പറയട്ടെ, ചില പ്രതികൂലത്തിന്റെ കാറ്റുകൾ ചില റൂട്ടുകളെ മാറ്റി ഓടിക്കുന്നത് ഉണർവിലേക്കാ. മനസ്സിലായില്ലല്ലേ എല്ലാവർക്കും? ഇത് റോമിലേക്ക് ചാർട്ട് ചെയ്ത ഷിപ്പാ. ഇത് പോകേണ്ടത് ഇറ്റലിയിലേക്കാ, റോമിലേക്കാ. പക്ഷെ കാറ്റടിച്ച് ഇതിനെ തിരിച്ചു മറിച്ച് ഇത് നേരെ പോയത് മെലീത്തായിലേക്കാ. ഇവരെത്തിയത് മാൾട്ടയിലാ. ഇവര് നീന്തി കടന്ന് കയറിയത് ആ ദ്വീപിലേക്കാ. ആ ദ്വീപിനാ പൗലോസിന്റെ നേതൃത്വത്തിൽ വലിയ റിവൈവൽ നടന്നേ. ഏതെങ്കിലും പ്രതികൂലത്തിന്റെ കാറ്റ് നിങ്ങൾ ഫേസ് ചെയ്യുന്നെങ്കിൽ നിന്നെ തകർക്കാനല്ല, വേറെ എന്തോ വലിയ പദ്ധതി കർത്താവ് അതിനകത്ത് വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആ കൈകളൊന്ന് അടിച്ച്, കർത്താവ് ഏതെങ്കിലും പ്രതികൂലത്തിന്റെ കാറ്റ് ഇതിനകത്ത് ഫേസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ റോങ് ഡയറക്ഷനിലാ പോകുന്നതെന്ന് നിനക്ക് തോന്നും. പക്ഷെ ഇത് റോങ് ഡയറക്ഷനിലേക്കല്ല പോകുന്നത്, ഇത് റൈറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. യേശുവിന്റെ നാമത്തിൽ സകല പൈശാചിക പദ്ധതികളെയും സ്വർഗ്ഗത്തിലെ ദൈവം ഉടച്ചു കളഞ്ഞ് നിന്നെ ലക്ഷ്യത്തിലെത്തിക്കുവാനുള്ള നിയോഗമാണ്.
Thank you, Lord Jesus. Amen. Jesus. ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഏഴാമത്തെ വാക്യം പറയുന്നു, പിന്നെ ഞങ്ങൾ ബഹുദിവസം പതുക്കെ ഓടി ക്നീസ്തോസ് തൂക്കിൽ പ്രയാസത്തോടെ എത്തി. കാറ്റ് സമ്മതിക്കായികയാൽ. പറഞ്ഞേ, സമ്മതിക്കാത്ത കാറ്റ്. സമ്മതിക്കാത്ത കാറ്റ്. ആദ്യത്തെ കാറ്റ് എന്നായിരുന്നു? രണ്ടാമതടിച്ച കാറ്റിന്റെ പേരെന്നാ? സമ്മതിക്കാത്ത കാറ്റ്. അങ്ങോട്ട് വിടുകയെന്ന് പറയുന്ന കാറ്റ്. ഇത് സമ്മതിക്കൽ, ഇത് എന്താ ഇത്? ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട് ഇതിനകത്ത്. ഇതങ്ങോട്ട് സമ്മതിക്കാത്ത കാറ്റ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ 10ാമത്തെ വാക്യത്തിൽ വരുമ്പം പൗലോസിന്റെ അകത്തുനിന്ന് ആ നിരാശ വരുന്നത് നമുക്ക് കാണാം. ഒരിക്കലും ആ ദൈവപുരുഷൻ അത് പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇനി എത്ര വലിയ അഭിഷേകം ക്യാരി ചെയ്യുന്ന ആളാന്ന് പറഞ്ഞാലും ഞങ്ങളെല്ലാവരും മനുഷ്യന്മാരാ. ആരും മിണ്ടുന്നില്ലല്ലോ. പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം, നമ്മുടെ ലഗേജും ഈ കപ്പലും മാത്രമല്ല നഷ്ടപ്പെടാൻ പോകുന്നത്. എല്ലാവരും കേൾക്കുന്നുണ്ട്. സീനിയർ പാസ്റ്റർ പറയുക, അപ്പോസ്തലൻ പറയുക, നമ്മുടെ എല്ലാം പ്രാണനും പോക്ക. എല്ലാവരും സമയമാരെത്തി പാടിക്കോളാൻ പറഞ്ഞു. ആരും വേണ്ടുന്നില്ല. ഹല്ലേലൂയ. ഷിജിൻ അത് പറഞ്ഞപ്പോ ചിരിക്കുന്നു. കാര്യം എന്നാന്ന് പറയട്ടോ ഞാൻ. ഞങ്ങള് ഒഡീഷായി മീറ്റിങ്ങിന് പോയി. ഒഡീഷയില് ഞങ്ങൾ ടീം, നമ്മൾ എത്ര പേരുണ്ടായിരുന്നു? 10 പേരോ അത് 8 പേരോ? 8 പേരുണ്ടായിരുന്നു. ഇവിടുന്ന് ആദ്യമായിട്ടൊക്കെ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ പോയപ്പോൾ അസാധാരണമായ എയർ ടർബുലൻസ്. ഇപ്പം ഞാൻ ഈ ഇടയ്ക്കൊക്കെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട ടർബുലൻസ് ഒക്കെ നമുക്ക് മനസ്സിലാവും. ഇത് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. ഇതിങ്ങനെ താഴെയും പൊങ്ങും കുലുങ്ങും ഒക്കെ ചെയ്യെങ്കിൽ പിന്നെ ഇതങ്ങ് ഓക്കെ ആകും എന്ന് നമുക്കറിയാം. ഒരു 10 മിനിറ്റ് കൂടുതലൊന്നും വരത്തില്ല. ഇതങ്ങനല്ലായിരുന്നു കേട്ടോ. ഈ മേളത്തെ ലഗേജിൻ്റെ ക്യാബിനൊക്കെ തുറന്നു വരത്തക്ക രീതിയിൽ, വെള്ളവും കുപ്പിയൊക്കെ തെറിച്ചു പോകത്തക്ക രീതിയിൽ കല്ലുവാരി എറിയുവാണ്, പറയാൻ അറിയത്തില്ല. ഫ്ലൈറ്റ് അങ്ങ് തിരിഞ്ഞു. ഭയങ്കരമായ ടർബുലൻസ്. അതിനകത്ത് ഊന്ന് താഴോട്ട് പോകുന്നു, മേലോട്ട് പോകുന്നു, ചിരിയുന്നു. അപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്നവരെല്ലാം നിലവിളിക്കുക. ഞങ്ങൾ ടിക്കറ്റ് എടുത്തപ്പം ഇവരെല്ലാം കൂടെ നിരന്ന് 3, 6 ഇപ്പുറത്ത് എൻ്റെ കൂടെ ഞാനും ഒരു സഹോദരൻ ജീന ഉണ്ടായിരുന്നല്ലേ, ഞാനും ജീന ഇപ്പുറത്ത്, ഇവർ 6 പേര് 3 സീറ്റ് വെച്ച് അപ്പുറത്തെ സൈഡിൽ ഒരു കോറസ്, ഒരു കൊയർ നിൽക്കുന്ന പോലെ പുറകില്. അപ്പൊ ഇതിനകത്തിരിക്കുന്നവരെല്ലാം സീരിയസ്ലി, അങ്ങനൊന്നും എനിക്കത്ര കുറച്ചൊക്കെ യാത്ര ചെയ്തിട്ടുള്ളതുകൊണ്ട് പേടി വരേണ്ടതല്ല. എനിക്കും മനസ്സിലായി, എന്തോത്തിലോ എയർ പോക്കറ്റിൽ എന്തിലോ പോയി സാധനം പെട്ടെന്ന് മനസ്സിലായി. അത് പിന്നെ പൈലറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിക്കുകയും ചെയ്തു. ഈ സമയത്തെ ഇങ്ങനെ എല്ലാവരും കരഞ്ഞ് നിലവിളിക്കുമ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ മീഡിയയിൽ അന്ന് ആദ്യമായിട്ട് 2 പേര് ഫ്ലൈറ്റിൽ കയറാൻ വന്നായിരുന്നു. അവർ അവസാനം ഇനി അവർ മേലാ കയറത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഷിജിൻ ബ്രദർ അവിടെ ഇരുന്നുകൊണ്ട് പാടുക, സമയ. ഞാൻ ആ സീറ്റിൽ ഇരുന്നുകൊണ്ട് ഒന്ന് തുറിച്ചു നോക്കി, പേടിച്ചിട്ടാ. പ്രൈസ് ദി ലോർഡ്. അതാ ഇപ്പൊ ഇത് പറഞ്ഞപ്പോ ആൾ അവിടെ ഇരുന്ന് ചിരിക്കുന്ന കണ്ടോണ്ടാ ഞാൻ പറഞ്ഞേ. അവന് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. സേഫായി ലാൻഡ് ചെയ്തു. പിന്നെ അതിന്റെ കാരണങ്ങൾ ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അവരാ കാരണങ്ങൾ പറഞ്ഞു. പക്ഷെ അതൊരു ഭയങ്കരമായ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ തന്നെ ആയിരുന്നു. അതാ ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കണം. ഭയങ്കരമായ ഒരു പ്രൊട്ടക്ഷൻ തന്നെ ആയിരുന്നു. ഹല്ലേലൂയ. എങ്ങനെ ഇവൻ ആ സമയത്ത് അത് പാടാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം. ഹെബനോട് ഉണ്ടായിരുന്ന അവൻ ഫ്ലൂട്ടൂടെ വായിച്ചതിനെ പുറകെയിരുന്നു, കുറച്ചുകൂടെ ഫീലാക്കിയനെ.
ചേർന്നൊരാമീൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആ മീറ്റിംഗ് അല്ലേ ഷിജനെ, ഓഹ് മോനെ, എത്ര പേര്, ഒരു കുറഞ്ഞത് എത്ര പേര് കർത്താവിന് വേണ്ടി ജീവൻ കൊടുത്താണ് മോനെ? 120 സ്നാനപ്പെട്ടു. അത് പറയണ്ട, അത് മൈക്കിലൂടെ പറയണ്ട. എങ്കിലും ഒരു 500 അബോ ആളുകൾ, അതിന് മുകളിൽ ആളുകൾ ജീവിതം കർത്താവിന് വേണ്ടി കൊടുത്തു. വീൽ ചെയറിൽ വന്നവർ എഴുന്നേറ്റു. എത്ര പേര് അസൗകര്യമായ ആ സഭയ്ക്ക് തന്നെ ഭയങ്കര ബ്രേക്ക് ത്രൂ ആയി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് നമ്മളെല്ലാം മനുഷ്യന്മാരാ. പറഞ്ഞ് ഞങ്ങളെല്ലാം മനുഷ്യന്മാരല്ല എന്ന് കൈപൊക്കി, വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ. നമ്മളെല്ലാം മനുഷ്യന്മാരാ. ഹല്ലേലൂയ. പൗലോസ് ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ, ഈ ഒരു സാഹചര്യം കണ്ടപ്പോൾ, ഈ കപ്പൽ അടിച്ച് തകരുന്നത് കണ്ടപ്പോൾ പൗലോസ് പറഞ്ഞു, എല്ലാവരുടെയും ലഗേജ് പോക്കാണ്, കപ്പലും പോക്കാണ്. പിന്നെ ഒരു കാര്യം പറയാം, നമ്മുടെ എല്ലാം പ്രാണനുകളും കഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നെന്ന്. ഇപ്പം ഞാൻ പറയുക, മോളെ നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെ കാണുന്നെന്ന് പറഞ്ഞാൽ പിന്നെ ഉറക്കം വരുമോ? ആരും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ കാണുന്നു. മാനുഷികമായിട്ട് പറഞ്ഞ കേട്ടോ മനുഷ്യൻ അങ്ങനെ കാണണം. ഏത് ദൈവദാസനാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും അവരെല്ലാം മനുഷ്യരാണ്. അവർക്കുണ്ട് വിഷമങ്ങൾ, അവർക്കുണ്ട് പ്രയാസങ്ങൾ, അവർക്കുണ്ട് വെല്ലുവിളികൾ, അവർക്കുണ്ട് ചലഞ്ചസ്. ഹല്ലേലൂയ. നമ്മൾ സാധാരണ പാസ്റ്റർമാരെയോ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെയൊക്കെ കാണുന്ന ഏതാണ്ട് ഈ എന്തോ അതിനെ പറയുന്നത്, പറക്കും തളിയേക്കകത്തുനിന്ന് രാവിലെ വന്ന് ലാൻഡ് ചെയ്ത ആളിനെ പോലെ. അങ്ങനല്ല കേട്ടോ. ഞങ്ങൾ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയിലാണ്. ഈ മൺകൂടാരത്തിൽ പകരപ്പെട്ട അഭിഷേകമാ ഇതെല്ലാം ചെയ്തെടുക്കുന്നത്. കർത്താവിന്റെ ഫേവറും കർത്താവിന്റെ കൃപയും. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്, ഈ മൺകൂടാരത്തിൽ പകരപ്പെട്ട അഭിഷേകമാണ്, ദൈവകൃപയാ ഇതെല്ലാം ചെയ്തെടുക്കുന്നത്. അത് ദൈവത്തിന്റെ വലിയ പദ്ധതികൾ, ഗ്രേറ്റ് പർപ്പസുകളാണ്. ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങൾ അങ്ങനെ ഒരു പൗലോസിനെ കണ്ടോ? വിഷമിച്ച് സംസാരിക്കുന്ന പൗലോസിനെ കണ്ടോ? ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാവോ? 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, കുറെ കഴിഞ്ഞിട്ട് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. ആദ്യത്തെ കാറ്റിന്റെ പേരെന്നാ? പ്രതികൂലത്തിന്റെ കാറ്റടിച്ചു. രണ്ടാമത്തെ കാറ്റിന്റെ പേരെന്നാ? സമ്മതിക്കാത്ത കാറ്റ്. മൂന്നാമത്തെ കാറ്റ് വിരോധമായി അടിച്ച ഈശാനമൂലൻ എന്ന കാറ്റ്. ആ ഈശാനമൂലൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കത്രീന എന്നൊക്കെ പറയുന്ന കാറ്റില്ലേ, അതുപോലൊരു ആ കാറ്റിന് ഉള്ള ഒരു പേരാണ് ഈശാനമൂലൻ. അല്ലാതെ അതിൻ്റെ തിയോളജി ഒന്നും പിടിക്കാൻ പോകണ്ട, അവിടെ ഇരുന്നാൽ മതി, എന്നെ നോക്കിയാട്ടെ. ഈശാനമൂലനെ കുറിച്ച് പഠിക്കാൻ പോവാം. ഞാൻ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പ് UK ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു പാസ്റ്റർ, പുള്ളി സ്കോട്ട്ലൻഡിൽ പോവുക. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു, പാസ്റ്റർ എങ്ങോട്ട്? അപ്പോൾ പുള്ളി ഒത്തിരി ഇങ്ങനെ പഠിച്ചു പോകുന്ന പാസ്റ്ററാണ്. ഒരുപാട് പഠിത്തങ്ങളാണ്, പേരിൻ്റെ അറ്റത്ത് ഒരുപാട് റവറൻറ്റ്, ഡോക്ടർ, പിന്നെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഒത്തിരി പഠിത്തങ്ങളുണ്ട്. ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ എങ്ങോട്ട് പോവാ? അപ്പം ഞാൻ അവിടെ UK മീറ്റിങ്ങിന് പോവാ. ഞാൻ സ്കോട്ട്ലൻഡിൽ ഈ 1 വർഷത്തെ ഒരു ഡോക്ടറേറ്റിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി പോവാം. ഞാൻ ചോദിച്ചു, എന്ത് ഡോക്ടറേറ്റ്? പത്രോസിൻ്റെ ലേഖനത്തെക്കുറിച്ച് ഒരു പഠനം നടത്തി. അതിനകത്ത് പത്രോസിൻ്റെ ലേഖനത്തിൽ ഒരു പ്രത്യേക ഡോക്ടറേറ്റ് എടുക്കാൻ പോവുക. പത്രോസ് 7ാം ക്ലാസ് തോറ്റ ആളാ. ആരും മിണ്ടുന്നില്ല. പത്രോസ് എത്ര ക്ലാസ് വരെ പഠിച്ച? അയ്യോ, നിങ്ങൾ ചിരിക്കണ്ട, അവർ സാമാന്യരും വിദ്യാഭ്യാസ ഇല്ലാത്തവരും ആയിരുന്നെന്ന് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, ഇത് ഈ ശുശ്രൂഷ എന്ന് പറയുന്നതൊന്നും ബുദ്ധിയുടെ കളിയല്ല, ഇത് പരിശുദ്ധാത്മാവാണ്. ഒന്ന് കരമടിച്ച്, ഇതൊന്നും ബുദ്ധിയുടെ കളിയല്ല. ഇതൊന്നും പൗലോസ് പറയുന്നു, ഞാൻ മനുഷ്യരിൽ നിന്ന് പഠിച്ചിട്ടില്ല, മനുഷ്യരാൽ പ്രാപിച്ചിട്ടുമില്ല, ക്രിസ്തുയേശുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ ഞാനിത് നിങ്ങളെ അറിയിക്കുന്നത് എന്ന് കരുതി വിദ്യാഭ്യാസം വേണ്ടെന്നല്ല കേട്ടോ. ഈ പഠിക്കാൻ മേലാത്ത പല പിള്ളേരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് സുവിശേഷ വേല ചെയ്താൽ മതിയെന്ന്. നന്നായിട്ട് പഠിക്കണം, നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം, എത്ര പഠിക്കാവോ അത്രയും പഠിക്കണം. ആമേൻ. എന്നാൽ ആ പഠനത്തിൻ്റെ ഇടയിൽ
നിങ്ങൾക്ക് ആഴമേറിയ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടായി, ഒരു ദൈവവിളി ഉണ്ടായി, കൃത്യമായി കർത്താവിൻ്റെ ഒരു പുഷ്, ഒരു നിയോഗം ഉണ്ടായാൽ നിങ്ങളങ്ങ് ഇറങ്ങിക്കണം. ദൈവം വിളിച്ചിട്ടിറങ്ങണം, ദൈവത്തെ വിളിച്ചോണ്ട് ഇറങ്ങല്ലേ. കൈ കൊടുത്ത് പറഞ്ഞ ദൈവം വിളിച്ചിട്ടിറങ്ങണം, ദൈവം വിളിച്ചിട്ടിറങ്ങണം, ദൈവത്തെ വിളിച്ചോണ്ട് ഇറങ്ങരുത്. ദൈവത്തെ വിളിച്ചോണ്ട് ഇറങ്ങണം. ദൈവം ശുശ്രൂഷയ്ക്ക് വിളിച്ചിറങ്ങിയാൽ ഇറങ്ങിക്കോണം. Amen. അല്ലാതെ കർത്താവേ ഞാൻ ഇന്നു മുതൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ്, എൻ്റെ ചേർന്ന് രാമീൻ പറഞ്ഞേ. Amen. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് നിങ്ങളുടെ വിളിയിലേക്ക് നിങ്ങൾ നോക്കാൻ. Amen. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കാൻ. Amen. ചേർന്ന് രാമീൻ പറഞ്ഞു. Amen. കർത്താവ് നിങ്ങളെ സഭയുടെ എന്തെങ്കിലും ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, അത് ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണ്. Amen. ഒന്ന് കൈയടിച്ച ദൈവത്തെ, അത് ദൈവം at anything Amen. നിങ്ങൾ അതിൽ ഫെയ്ത്ത്ഫുൾ ആയിരിക്കുക, Amen. Jesus. നിങ്ങൾ അതിൽ സബ്മിസീവ് ആയിരിക്കുക. Amen. 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 കുറെ നാൾ കഴിഞ്ഞ് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കാറ്റടിച്ചു. 17-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, മണൽ തട്ടിന്മേൽ അകപ്പെടുമെന്ന് പേടിച്ച്. പേടിച്ച്. ആർക്കാ പേടിയെന്ന? പൗലോസിനും കൂട്ടർക്കും. പേടിച്ചിട്ട് വായിച്ചോ, പായി ഈ ഇറക്കി, അങ്ങനെ അതും എന്ത് ചെയ്തു? പറന്നുപോയി. 20-ാമത്തെ വാക്യം എല്ലാവരും തല ഉയർത്തി നോക്കണം. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കുകയിൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശ ഒക്കെയും അറ്റുപോയി. അവസാനത്തെ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ഞങ്ങൾ രക്ഷപ്പെടും എന്ന ആശയൊക്കെയും അറ്റുപോയി. എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നീ എത്തുമ്പോഴാണ് ഇറങ്ങി വരുന്നത്. Amen. Hallelujah. Amen. എന്റെ ദൈവം ഇറങ്ങി വരുന്നത്. Amen. എറിയാൻ കയ്യിൽ കല്ലും പിടിച്ചു നിൽക്കുന്ന ഓരോ വ്യക്തികളും ആ പാപിനിയായ സ്ത്രീക്ക് വിരോധമായി നിൽക്കുമ്പോൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവസാനത്തെ വ്യക്തിയും കയ്യിലിരുന്ന കല്ല് താഴെ ഇട്ടിട്ട് പോയപ്പോൾ, അവസാനത്തെ ആളും അവസാനത്തെ ശത്രുവും കളം വിട്ടു പോയപ്പോൾ യേശു അവളുടെ അടുക്കൽ എത്തിയിട്ട് പറയുകയാണ്, സ്ത്രീയെ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുകയാണ്, ഇനിമേൽ നീ പാപം ചെയ്യരുത്. ജന്മനാ കുരുടനായ മനുഷ്യനെ യേശു സുഖപ്പെടുത്തി. ആ ജന്മനാ കുരുടനായ മനുഷ്യൻ സുഖപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവനെ പള്ളിപ്രഷ്ടനാക്കി. എന്ന് വെച്ചാൽ അവന്റെ ഇടവകയിൽ നിന്ന്, അവന്റെ പള്ളിയിൽ നിന്ന് യോഹന്നാൻ 9 എഴുതിയിരിക്കുന്നു, അവനെ പുറത്താക്കി. അവന്റെ വീട്ടുകാരവനെതിരായി. കാരണം അത്രയധികം സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കുടുംബം പോയി. യഹൂദന്മാർ വീട്ടിൽ ചെന്നു, അപ്പനെ അമ്മയും വിളിച്ചിറക്കി, നിങ്ങളുടെ മോൻ എങ്ങനെയാ സൗഖ്യമായെന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ അപ്പനും അമ്മയെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു, അവന് പ്രായമുണ്ടല്ലോ, അവനോട് പോയി ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ എല്ലാരും അവനെ കൈവിട്ടു. നിങ്ങൾക്കറിയോ, സൗഖ്യമാക്കിയിട്ട് യേശു അവിടുന്ന് പോയതിന് ശേഷം പിന്നെ കുറെ സംഭവങ്ങൾ ഉണ്ടായി. അവിടെ നിന്ന് യേശുവിനെ കാണാനേയില്ല. എന്നാൽ പിന്നെ എപ്പോഴാ കർത്താവിനെ കണ്ടെന്നറിയോ? അവനെ പള്ളിപ്രഷ്ടനാക്കി എന്ന് യേശു കേട്ടാറേ അവന്റെ അടുക്കൽ ചെന്നു. അവനെ ചിലർ പുറത്താക്കിയെന്നറിഞ്ഞപ്പോൾ മനുഷ്യൻ പുറത്താക്കിയതിന് കൈ കൊടുക്കാൻ യേശു ചെന്നു. ഒന്ന് കരമടിച്ച്, മനുഷ്യൻ പുറത്താക്കിയതിന് കൈ കൊടുക്കാൻ യേശു ചെന്നു. ഇന്ന് പകൽ ആ ദൈവത്തെ അനുഭവിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? രക്ഷപ്പെടുമെന്നുള്ള ആശ മുഴുവൻ അറ്റുപോയപ്പോൾ 22-ാമത്തെ വാക്യത്തിൽ സിറ്റുവേഷൻ മാറുകയാണ്. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണേ.
ഒരു വലിയ ഡെലിവറൻസ് ഇതിനകത്ത് നടക്കാൻ പോവുക. Amen. പൗലോസ്, നേരത്തെ പൗലോസിനെ നിങ്ങൾ കണ്ടല്ലോ, ഭയപ്പെട്ട പൗലോസിനെ കണ്ടോ? ഈ ആങ്സൈറ്റിയിലൂടെ വളരെ ഒരു വിഷമത്തിൽ സംസാരിച്ച ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടായിരുന്നോ? ഈ മനുഷ്യൻ തന്നെ വന്ന് പറയാണ് ഇവരോട്, ധൈര്യത്തോടിരിക്കുവീൻ, കപ്പലിനല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. കാരണം എന്റെ ഉടയവനും, പറയണം, ചങ്കത്ത് കൈവച്ച് പറയണം, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു. സാഹചര്യങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമായിരിക്കുമ്പോൾ, അവസാനത്തെ പായിയും പറന്നുപോയപ്പോൾ, പ്രതീക്ഷ മുഴുവൻ അറ്റുപോയപ്പോൾ, ആ രാത്രിയിൽ ദൈവം പൗലോസിന്റെ അടുക്കൽ വന്ന് പറയുന്നു, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പുരുഷന്മാരെ എല്ലാവരും ആ വാക്യം ബൈബിളിൽ കൊണ്ടുവരാത്തരുണ്ടെങ്കിൽ ആ സ്ക്രീനിൽ നോക്കി വായിക്കുക. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. Children of God, are you listening me? ശരി, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കൊരു സത്യം അറിയാവോ? പായ് പറന്നുപോയി. അന്നത്തെ പായ് കപ്പലിന്റെ പായ് പറന്നുപോയാലുള്ള സിറ്റുവേഷൻ മനസ്സിലാക്കണം. പലകഖണ്ഡങ്ങൾ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. നിൽക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. ഇത് ഒലഞ്ഞു മറിഞ്ഞ് ഓരോ പീസുകളായി ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ആ രാത്രിയിലാണ് ദൈവത്തിന്റെ ദൂതൻ പൗലോസിന്റെ അടുക്കൽ വന്ന് ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടാകുകയാണ്. Amen. I decree and declare it. Yes. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിയിലൂടെ പോകുന്നവരോട് പറയുന്നു, the angel of the Lord will visit your life. I receive the angel of the Lord will visit your children. I receive the angel of the Lord visit your ministry. The angel of the Lord will visit you in the name of Jesus Christ. Receive it. Amen. Sit. ഞാൻ വിശ്വസിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന കപ്പലിനെ അല്ല. Amen. ഞാൻ വിശ്വസിക്കുന്നത് ഈ കപ്പലിന്റെ പലകകളെ അല്ല. ഞാൻ വിശ്വസിക്കുന്നത് എന്റെ കയ്യിൽ നിന്ന് പട്ടം പറക്കുന്നത് പോലെ പറന്നുപോയ പായിയുടെ തുണിയല്ല. ഞാൻ വിശ്വസിക്കുന്നത് നഷ്ടപ്പെടാത്ത ദൈവം തന്ന വാഗ്ദത്തത്തെയാണ്. Amen. Hallelujah. ഞാൻ നോക്കുന്നത് എന്റെ സാഹചര്യത്തെ അല്ല. ഞാൻ കാണുന്നത് എന്റെ പ്രസന്റ് സിറ്റുവേഷനെ അല്ല. ഞാൻ നോക്കുന്നത് എന്റെ പാസ്റ്റിനെ അല്ല. ഞാൻ കാണുന്നത് എന്റെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തത്തെയാണ്. Amen. Hallelujah. 26-ാമത്തെ വാക്യത്തിൽ 24-ാമത്തെ വാക്യത്തിൽ പൗലോസിനോട് ദൈവം പറഞ്ഞു കേട്ടോ, നീ കൈസറുടെ മുമ്പിൽ, എന്നെ കേൾക്കണം, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. പുള്ളി ഇപ്പൊ എവിടാ നിൽക്കുന്നേ? പറ. അന്തരീക്ഷത്തിലോ? ഈ പറയുന്ന ഇപ്പൊ എവിടെ നിൽക്കുന്നേ? കപ്പലിന് എന്ത് പറ്റിയിരിക്കുക? തകർന്ന് തരിപ്പണായിരിക്കുക, പലകൾ ഇളകിക്കൊണ്ടിരിക്കുക, പായ് പറന്നുപോയി. പുള്ളിക്ക് ഇപ്പം പ്രസന്റിൽ നിൽക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. ഇപ്പൊ നിൽക്കുന്ന പ്ലാറ്റ്ഫോം എല്ലാം ഇളകിക്കൊണ്ടിരിക്കുക. അന്നേരം ആ 4 മാസം കഴിയുമ്പോ ഏത് പ്ലാറ്റ്ഫോമിലാ നിൽക്കുന്നതെന്ന് പറയുന്നേ? ഇന്ന് പകൽ നിന്റെ നാളുകളെ അറിയുന്ന ദൈവം, നിന്റെ അടുത്ത മാസത്തെ മീറ്റിംഗ് എവിടാന്ന് അറിയുന്ന ദൈവം, നിന്റെ അടുത്ത വേദി എവിടാന്ന് അറിയുന്ന ദൈവം, നിന്റെ അടുത്ത മൂവ് എവിടാന്ന് അറിയുന്ന ദൈവം. He never leave you, he never forsake you. നമ്മുടെ പ്രശ്നം, what is next?
അടുത്ത എന്തുവെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ഇന്നലകളെ അറിയാം, നമ്മുടെ ഇന്നിനെ അറിയാം, പക്ഷെ നെക്സ്റ്റ് എന്തുവെന്ന് അറിഞ്ഞുകൂടാ. അവരെ നോക്കി ഒറ്റ വാക്ക് കർത്താവ് എന്ന് പറയാണ്, ഭയപ്പെടണ്ട. Amen. You are very safe and secure Amen. in the mighty hands of my God. Hallelujah. അല്ലേ? Jesus. ഇപ്പം നിൽക്കുന്ന പ്ലാറ്റ്ഫോം ഇളകി തകർന്നുകൊണ്ടിരിക്കുക. ആ മനുഷ്യനോട് നെക്സ്റ്റ് പ്ലാറ്റ്ഫോം എവിടാന്ന് പറയുക. വെള്ളത്തിൽ വീണ് വെള്ളം കുടിച്ച് ചാകുമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് 4 മാസം കഴിഞ്ഞ് പുള്ളി എവിടാ പ്രസംഗിക്കുന്നതെന്നുള്ള ഡേറ്റ് കൊടുക്കുക. Praise Jesus. ഒരു മനുഷ്യന്റെ ലൈഫ് ടേൺ ആവുന്നുണ്ടോ? വളരെ ഡിപ്രസ്ഡ് ആയി നിരാശനായി സംസാരിച്ച ഈ മനുഷ്യൻ, പൗലോസ് അങ്ങനെ ഒരു കാര്യം പറയുന്നത് ഞാൻ ചിന്തിച്ചത് പോലും അല്ല, പക്ഷെ പുള്ളി ഒരു മനുഷ്യനായിപ്പോയി. പുള്ളി പറഞ്ഞു, ലഗേജും പോക്ക, നമ്മളും പോക്ക. ആ മനുഷ്യൻ പിന്നെ പറയുക, ദൈവം ഇടപെട്ട് കഴിഞ്ഞപ്പോൾ, ദൈവം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ പറയുകയാണ്, ധൈര്യമായിട്ടിരിക്കുക, കപ്പല് പോകുന്ന ദൂത്, പക്ഷെ ഇതിനകത്തിരിക്കുന്ന ഒരുത്തനും പോകത്തില്ല. Amen. Praise Jesus. In the name of Jesus. ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി. ഇത് രണ്ടും പറയാതെ ഞാൻ പോകത്തില്ല. ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി. എല്ലാരോടും ഒരുപോലാണോ ദൂത് പറഞ്ഞേ? ആണോ? ഓക്കെ. എന്ത് ചെയ്തെന്നറിയാമോ? ഇതിനകത്ത് ചില ആളുകൾ 30ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, എന്നാൽ കപ്പൽക്കാർ കപ്പൽ വിട്ട് ഓടിപ്പോകാൻ വിചാരിച്ച് അണിയത്ത് നിന്നും നങ്കൂരമിടാൻ പോകുന്നു എന്നുള്ള ഭാവത്തിൽ തോണി കടലിൽ ഇറക്കി. മനസ്സിലായില്ലല്ലേ? ഈ ദൂതെല്ലാവരും ഒരുപോലെ കേട്ടെ. ഇതിനകത്ത് ചില പുള്ളികൾ അപ്പുറത്ത് വന്ന ചെറിയ തോണികളില്ലേ, ചെറിയ വള്ളങ്ങൾ, അതിനകത്ത് കയറി അവർ പോയി. ചെറിയ തോണി ഇറക്കിപ്പോയി. ഞാൻ പറയട്ടെ, ഈ സൈഡേ കൂടെ ഇറങ്ങിപ്പോയവനും സൈഡേ കൂടെ വേറെ പരിപാടി ഒപ്പിച്ചവനൊന്നും മെലീത്തയിലെ ഉണർവിലില്ലായിരുന്നു. Amen. Yes. നിങ്ങളുടെ ബുദ്ധിയുടെ തോണി ഇറക്കല്ല കേട്ടോ. നിങ്ങളുടെ ബുദ്ധിയുടെ തോണി വാഗ്ദത്തം കേട്ടാലും കൈ അടിച്ചാലും ഇനി എന്നൊക്കെ പറഞ്ഞാലും again that ശങ്കരൻ ഹല്ലേലൂയ. കണ്ടോ, ദൂത് കേട്ടോരാ, ഭയപ്പെടേണ്ട, നിങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല, നിങ്ങളുടെ പ്രാണൻ സേഫാ എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്തിനാ വേറെ ചെറുതോണി ഇറക്കി സൈഡിൽ കൂടെ പോയി കുറച്ച് പേര്? എൻ്റെ ചോദ്യം, മാൾട്ടയില് അണലി കൈ ചുറ്റിയാൽ പോലും ചാകാത്ത രീതിയിലുള്ള റിവൈവൽ നടക്കുന്നത് ഇവരുണ്ടോ? ഇല്ല. ദൈവം വെച്ചിരുന്ന ഡെസ്റ്റിനിയിൽ ഇവർക്ക് എത്താൻ പറ്റിയോ? അതുകൊണ്ട് കൈ അടുത്തിരിക്കുന്ന അടുത്ത് കൈ കൊടുത്ത് പറഞ്ഞ ദൈവത്തിന് ട്യൂഷൻ എടുക്കരുതെന്ന് പറ. ദൈവത്തിന് ട്യൂഷൻ എടുക്കരുത്. ആമേൻ. കൂടുതൽ ആളുകൾ ഇതിൽ ദൈവത്തിന് ട്യൂഷൻ എടുക്കുന്നവരാ. ആരും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളാ ദൈവത്തിന് വഴി പറഞ്ഞു കൊടുക്കുന്നേ. പണ്ടൊരു സഹോദരി പറഞ്ഞ പോലെ, പാസ്റ്ററെ ഞാൻ അത്ഭുതപ്പെട്ടു, പാസ്റ്ററെ എനിക്ക് ദൈവഹിതം മാത്രം നടന്നാൽ മതി പാസ്റ്ററെ. ഞാൻ ഇത് കർത്താവേ, എൻ്റെ പ്രസംഗമെല്ലാം എത്ര ശക്തമായതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ പറഞ്ഞത്. ദൈവത്തിൻ്റെ പദ്ധതി മാത്രം നടന്നാൽ പാസ്റ്ററെ എനിക്ക് ഒരു ആഗ്രഹമില്ല പാസ്റ്ററെ, എൻ്റെ ഇഷ്ടമൊന്നും നടക്കണ്ട പാസ്റ്ററെ, ദൈവഹിതം മാത്രം നടന്നാൽ മതി പാസ്റ്റർ. പ്രാർത്ഥിക്കുക, ഏപ്രിൽ 12-ാം തീയതി അവിടെ കല്യാണം ഒന്ന് നടക്കാൻ. പക്ഷെ പ്രാർത്ഥിക്കുക, ഏപ്രിൽ 12-ാം തീയതി അപ്പം ദൈവഹിതം നടന്നാൽ മതി, പക്ഷെ അത് കറക്റ്റ് ഏപ്രിൽ 12-ന് നടക്കണം. ആരും മിണ്ടുന്നില്ല. കൂടുതൽ ആളുകളും അങ്ങനെ കൈ കൊടുത്ത് പറഞ്ഞേ, ചെറുതോണി ഇറക്കല്ലേ എന്ന് പറഞ്ഞേ. ചെറുതോണി ഇറക്കല്ലേ. വാഗ്ദത്തം ഉള്ളെടുത്ത് നിൽക്കണേ എന്ന് പറഞ്ഞേ. വാഗ്ദത്തം ഉള്ളെടുത്ത് നിൽക്കണേ. ഈ ലൈവിലൂടെ കാണുന്നവരോട് പറഞ്ഞു, വാഗ്ദത്തം കേട്ടെടുത്ത് നിൽക്കണേ. വാഗ്ദത്തം ഉള്ളെടുത്ത് നിൽക്കണേ. സൈഡിൽ കൂടെ ചെറുതോണി ഇറക്കല്ലേ. എത്തത്തില്ലെങ്ങും. ഹല്ലേലൂയ.
എന്ത് സംഭവിച്ചു? ബൈബിൾ പറയുകയാണ്, 33-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു. നിങ്ങളൊന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് 14-ാം ദിവസം. വാഗ്ദത്തമുള്ള കൂട്ടം ഫുഡ് കഴിച്ചിട്ട് എത്ര ദിവസമായി? 14 ദിവസം ഫുഡില്ലാത്തവനെ സേഫ് ആക്കണമെങ്കിൽ Yes. Amen. Thank you, Holy Spirit. Amen. Jesus. Hallelujah. Hallelujah. ഇനി അടുത്ത വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, നിങ്ങൾ ഒരുത്തൻ്റെ തലയിൽ ഒരു രോമം പോലും നഷ്ടപ്പെടുകയില്ല നിശ്ചയം. ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പമെടുത്ത് എല്ലാവരും കാണുക, വാഴ്ത്തി നുറുക്കി തിന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. കപ്പലിൽ ഞങ്ങൾ ആകപ്പാടെ 276 ആളുകൾ ഉണ്ടായിരുന്നു. അവർ തിന്ന് തൃപ്തി വന്ന ശേഷം ധാന്യം കടലിൽ കളഞ്ഞ് കപ്പലിന്റെ ഭാരം കുറച്ചു. അടുത്ത വാക്യത്തിൽ 44-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ശേഷമുള്ളവർ പലകമേലും കപ്പലിന്റെ കണ്ണങ്ങൾ മേലുമായി എത്തുവാൻ കൽപ്പിച്ചു. ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടാൻ സംഗതി വന്നു. ഇങ്ങനെ ഒരെണ്ണം പോലും നഷ്ടപ്പെടാൻ, ഞാൻ ഇങ്ങനെ പറയുന്നത്, വാഗ്ദത്തമുള്ള ഒരെണ്ണം പോലും നഷ്ടപ്പെടാൻ, വാഗ്ദത്തമുള്ള നിന്റെ തലമുറ നഷ്ടപ്പെടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. വാഗ്ദത്തമുള്ള നിന്റെ സഭ, നിന്റെ ശുശ്രൂഷ, നിന്റെ ലൈഫ്, നിന്റെ കുഞ്ഞുങ്ങൾ, നിന്റെ ജീവിതം നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്നവർ കൈകളെ തട്ടി അന്യഭാഷയിൽ വായുകൾ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞു. ഞാൻ എന്റെ മെസ്സേജ് അവസാനിപ്പിക്കാൻ സമയമായെന്ന് എനിക്കറിയാം. അവൻ എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൈകൊടുത്ത് പറഞ്ഞേ, അത് വിശ്വസിക്കണം, അത് വിശ്വസിക്കണം. ആമേൻ, ആമേൻ. അതുകൊണ്ടാണ് അബ്രഹാം റോമർ 4:19 പറഞ്ഞത്, സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവം ഗ്രഹിച്ചിട്ടും തന്റെ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചത് താൻ അറിഞ്ഞിട്ടും അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിക്കാൻ ശക്തനെന്നുറച്ചു. എന്താണ് ഇതിന്റെ പ്രശ്നം? എബ്രായർ 3:19 നോക്കി, ഞാൻ പ്രാർത്ഥിക്കാൻ പോണ. എബ്രായർ 3:19, ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന് എബ്രായർ 3:19 എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു ദൈവികമായ അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കൊരു എൻട്രി ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾ എൻട്രി ചെയ്യണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം. ആ വിശ്വാസം പ്രഖ്യാപിക്കണം, വിശ്വാസം വിളംബരം ചെയ്യണം, വാ കൊണ്ട് പറയണം. അതാ മർക്കോസ് 9:23, 24, 25 വാക്യത്തിൽ യേശു പറഞ്ഞത്, വിശ്വാസത്തോടെ ഈ മലയോട് ചാടി കടലിലേക്ക് പോക എന്ന് പറഞ്ഞാൽ, മർക്കോസ് 9:23, 24 വാക്യത്തിൽ എഴുതുന്നുണ്ട്, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. നെക്സ്റ്റ് വേർഡ്, ബാലന്റെ അപ്പനുടനെ ആ ഭാഗം, ബാലന്റെ അപ്പനുടനെ നിലവിളിച്ച്, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. ഹെൽപ്പ് മൈ അൺബിലീഫ് ലോർഡ്. ഒന്ന് പ്രാർത്ഥിക്കാം, അതിന് ഒന്ന് കൈ ഉയർത്തി. ആ ചെറുപ്പക്കാരൻ്റെ അപ്പൻ പ്രാർത്ഥിച്ചതുപോലെ ഒന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചാൽ, ഹെൽപ്പ് മീ ലോർഡ് ഫോർ ദീസ് കേസസ്, എന്നെ ഈ വിഷയത്തിലൊന്ന് ഹെൽപ്പ് ചെയ്യണേ എന്ന് പറഞ്ഞു. കർത്താവെ, എൻ്റെ മനസ്സിൽ വരുന്ന നെഗറ്റീവ് ചിന്തകളും എൻ്റെ മൈൻഡിൽ വരുന്ന അവിശ്വാസങ്ങളും, എനിക്ക് ചിലതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത എൻ്റെ ആറ്റിറ്റ്യൂഡും, ആ അപ്പൻ പ്രാർത്ഥിച്ചതുപോലെ ആ പിതാവ്, ആ ബാലകൻ്റെ അപ്പൻ യേശുവിൻ്റെ മുമ്പിൽ, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണേ, എനിക്ക് ആ ഹെൽപ്പ് വേണം കർത്താവെ. ലോർഡ് ഐ ബിലീവ്,
Help me, Lord, the unbelief in my life. Lord, എൻ്റെ അൺബിലീഫുകളെ, എൻ്റെ അവിശ്വാസത്തെ, അവിശ്വസിക്കുന്ന എൻ്റെ മൈൻഡിനെ കർത്താവ് ഒന്ന് മാറ്റണമേ. വിശ്വസിക്കാൻ, അത് വിശ്വാസത്തിൽ പ്രഖ്യാപിക്കാൻ കർത്താവ് കൃപ ചെയ്യണമെന്നൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച്, ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച്, ഞാൻ ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ഇങ്ങനൊരു ഒരു പ്രൊഫസി പറയാണ്: നിങ്ങൾ സാഹചര്യങ്ങളെ നോക്കരുത്. അബ്രഹാമിന്റെ കാലത്തുണ്ടായ അതേ ക്ഷാമം ഇസഹാക്കിന്റെ കാലത്തും ഉണ്ടായി. ഇസഹാക്ക് ഗരാറിലേക്ക്, ഈജിപ്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ദൈവം ഇസഹാക്കിനോട് പറഞ്ഞു, നീ ഈജിപ്തിലോട്ട് പോകരുത്. നിന്റെ പിതാവായ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിന്നിൽ നിവർത്തിക്കും. ഇസഹാക്കെ, ഞാൻ നിനക്ക് കുറച്ച് പുതിയ പ്രോമിസ് തരികയല്ല, ഓൾറെഡി നിന്റെ അപ്പനോട് ഞാൻ പറഞ്ഞ വാഗ്ദത്തങ്ങളുണ്ട്. കുറേ പ്രോമിസുകൾ പെൻഡിങ് ആണ്. ആ പെൻഡിങ് ആയി നിൽക്കുന്ന പലതും ഞാൻ നിവർത്തിക്കും. ഇന്ന് ഈ ചർച്ചിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ ലൈഫിലും പല പ്രോമിസുകൾ പെൻഡിങ് ആണ്. കർത്താവ് പെൻഡിങ് പ്രോമിസുകളെ മുഴുവൻ യേശുവിന്റെ നാമത്തിൽ കരങ്ങളടിച്ച് സ്വീകരിച്ചു. അത് സംഭവിക്കുകയാണ്. അത് സംഭവിക്കുകയാണ്. All the pending promises, all the pending promises. Shabana Harus Mamara Katalamana Ramana Kachamana Gaduragal Karamana Shabara Hasakatalamana Gara Kamamana Kata Nakana Naka Makarata Katamana Katarama Shandana Nama Hallelujah. Hallelujah. ഫിലിസ്ത്യർ ഇസഹാക്കിനെതിരെ വരുമ്പോഴും ഇസഹാക്ക് കുഴിച്ചു, ഇസഹാക്ക് വിതച്ചു. സ്വർഗത്തിലെ ദൈവം അവന് രഹബോത്ത് ഒരുക്കി, അവനൊരു ഇടമുണ്ടാക്കി. ഫിലിസ്തീന് പിന്നെ അവിടെ യുദ്ധം ചെയ്യാൻ കഴിഞ്ഞില്ല. അവനോട് സഖ്യത ചെയ്തു. നിനക്കൊരു സീസൺ ഷിഫ്റ്റ് ഉണ്ടാകുകയാണ്. യേശുവിന്റെ നാമത്തിൽ, ആത്മതലത്തിൽ നിനക്കൊരു സീസൺ ഷിഫ്റ്റ് ഉണ്ടാകുകയാണ്. നീ സ്വസ്ഥത അനുഭവിക്കുന്ന, നീ നന്മ അനുഭവിക്കുന്ന, വിടുതൽ അനുഭവിക്കുന്ന ഒരു സീസൺ ഷിഫ്റ്റ് ഉണ്ടാകുകയാണ്. In the name of Jesus. In the name of Jesus. Hallelujah. Hallelujah. Sit. ഇസഹാക്ക് വിതച്ചു. 30, 60, 100 മേനി അവൻ കൊയ്തെടുത്തു. ഫിലിസ്തീൻ അവിടെ കയറി വരാൻ പറ്റിയില്ല. അവന്റെ രഹബോത്തിലേക്ക് അവൻ എൻട്രി ചെയ്തു. അവന്റെ അപ്പനോട് പറഞ്ഞ വാഗ്ദത്തം അവൻ അനുഭവിക്കാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ നിന്റെ വാഗ്ദത്തങ്ങളെ നീ അനുഭവിക്കട്ടെ. നിന്റെ വാഗ്ദത്തങ്ങളെ നീ അനുഭവിക്കട്ടെ. നിനക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയട്ടെ. I'm feeling the anointing here. ഇത് പറയുമ്പോൾ എനിക്കറിയാം വാഗ്ദത്തമുള്ള ഒത്തിരി എണ്ണം ഇതിനകത്ത് നിപ്പുണ്ട്. ഇന്ന് കണ്ട മിശ്രൈമിനെ നീ മേലാൽ കാണത്തില്ലെന്ന് എന്റെ ദൈവം ഒരു വാക്ക് നിനക്ക് തന്നെങ്കിൽ ഏത് ചെങ്കടലിനെ അവൻ രണ്ടാക്കിയിരിക്കും. ഇന്ന് കണ്ട മിശ്രൈമിനെ നീ കാണത്തില്ലെന്ന് ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ഏത് ചെങ്കടലിനെ അവൻ രണ്ടാക്കിയിരിക്കും. ഏത് ഫറവോനെയും അവൻ നിലയ്ക്ക് നിർത്തിയിരിക്കും. ഏത് സാഹചര്യത്തെയും അവൻ മാറ്റിയിരിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ അവരങ്ങൾ തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. മാർത്ത യേശുവിനോട് വന്ന് പറയുകയാണ്, യോഹന്നാൻ 11:29, കർത്താവേ നാറ്റം വെച്ച് തുടങ്ങിയല്ലോ. യോഹന്നാൻ 11:39 മാർത്ത പറയുകയാണ്, കർത്താവേ നാറ്റം വെച്ച് തുടങ്ങിയല്ലോ, 4 ദിവസമായല്ലോ. നാറ്റം വെച്ച് തുടങ്ങിയല്ലോ, 4 ദിവസമായല്ലോ. അവൾ നോക്കിയത് സാഹചര്യത്തെയാണ്. വാസ്തവത്തിൽ യേശു കർത്താവ് ആ വീട്ടിൽ വന്നത് ലാസർ നാറ്റം വെച്ച് തുടങ്ങിയതിൻ്റെ, ഒരു ശരീരം പതുക്കെ നാറാൻ തുടങ്ങിയതിൻ്റെ ആ സമയത്താണ്. എന്നാൽ മറിയേ, നീ കർത്താവിൻ്റെ പാദത്തിങ്കൽ സുഗന്ധം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ, നീ കർത്താവിൻ്റെ പാദത്തിങ്കൽ ഫ്രാഗ്രൻസ്, സുഗന്ധദ്രവ്യം
നീ ഇട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ വീട് നാറാൻ അവൻ അനുവദിക്കത്തില്ല. നിന്റെ വീട് നാറാൻ അവൻ അനുവദിക്കത്തില്ല. എല്ലാ നാറ്റങ്ങളെയും അവർ സുഗന്ധമാക്കും, എല്ലാ സാഹചര്യങ്ങളെയും അവൻ അത്ഭുതമാക്കും, എല്ലാ മരണങ്ങളെയും അവൻ ഉയർപ്പാക്കും, എല്ലാ തകർച്ചകളെയും അവൻ പുനരുത്ഥാനമാക്കും. അത്ഭുതമായ നാമം, അതിശയമായ നാമം. എല്ലാ ദുർഗന്ധങ്ങളെയും അവൻ അത്ഭുതമാക്കും. നാറ്റം വയ്ക്കാൻ അവൻ അനുവദിക്കത്തില്ല. നിന്റെ കുടുംബ തകരാൻ അവൻ അനുവദിക്കത്തില്ല. നീ അവന്റെ കാൽക്കൽ ഒഴിച്ചത് ഫ്രാഗ്രൻസ് ആണെങ്കിൽ നിന്റെ വീടിനെ അവൻ ഫ്രാഗ്രന്റ് ആക്കും. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യന അങ്ങു അങ്ങേക്കു തുല്യന അങ്ങു. ലാസറിന്റെ കല്ലറവാതിക്കൽ യേശു കർത്താവ് വന്ന് നിന്നിട്ട് എണ്ണീറ്റിരുന്നോ, കുഴപ്പമില്ല, നിന്നോ, പ്രാർത്ഥിക്കാൻ പോവാ. ലാസറിന്റെ കല്ലറവാതിക്കൽ യേശു കർത്താവ് വന്ന് നിന്നിട്ട് 43-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. കല്ലറയിലുള്ളവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും ഉണരുകയും പുനരുത്ഥാനം ചെയ്യുകയും ചെയ്യുന്ന നാഴിക വരുമെന്ന ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്തതാണ് മാർത്തയും മറിയയും. എന്തുകൊണ്ട് മരിച്ചവനെ നീ പുറത്തു വാ യേശു പറഞ്ഞില്ല? കാരണം അവിടെ സെമിട്രികളാണ്, കല്ലറകളാണ്. മരിച്ചവനെ പുറത്തു വന്ന് പറഞ്ഞെങ്കിൽ ദൈവപുത്രന്റെ ശബ്ദമാണ്, ഒത്തിരി പേര് എഴുന്നേറ്റ് വന്നേനെ. കർത്താവിന് പുറത്തു കൊണ്ടുവരാനുള്ളത് ലാസറിനെയാണ്. ഇന്ന് പകൽ അവൻ ചിലരെ ടാർഗറ്റ് ചെയ്യുകയാണ്, അവൻ ചിലതിനെ ടാർഗറ്റ് ചെയ്യുകയാണ്, അവൻ ചില കുടുംബങ്ങളെ ഫോക്കസ് ചെയ്യുകയാണ്. തുറന്ന് പറഞ്ഞ് ഉറക്ക വിളിച്ചു. All Indians, please listen. ആ ഡോർ ഓപ്പൺ ആക്കരുത്. വെളിയിലുള്ളവർ അകത്ത് കയറാൻ പറഞ്ഞു. Close the door. Within 5 minutes we will close this service. Listen to me. I'm standing in a very powerful anointing. പറഞ്ഞു ഉറക്ക വിളിച്ചു. 44-ാം വാക്യം പറയുന്നു, മരിച്ചവൻ പുറത്തു വന്നു. മരിച്ചവൻ പുറത്തു വന്നു. മാർത്തേ, നിനക്ക് നാറിയത് ഡെഡ് ബോഡിയുടെ സ്മെല്ലല്ലേ? അതല്ലേ നീ പറഞ്ഞത്? കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങിയേട്ടോ. നിനക്ക് നാറിയത് ഡെഡ് ബോഡിയുടെ സ്മെല്ലല്ലേ? പക്ഷെ കർത്താവിന് അവിടെ മണത്തത് ഉയർപ്പിന്റെ ഗന്ധ. ഇങ്ങോട്ട് നോക്കിയേ, നാറ്റം വെച്ച് തുടങ്ങിയത് നിനക്കാ. കർത്താവ് പറയുന്നു നാറ്റം വെച്ചെന്ന് തോന്നുന്നത് നിനക്കാ. കർത്താവ് പറയുന്നു മോളെ, നാറ്റം വെച്ചെന്ന് തോന്നുന്നത് നിനക്കാ. എനിക്ക് അങ്ങനെ തോന്നണില്ല. നീ ഉയർക്കാൻ പോവാ.
എല്ലാം കഴിഞ്ഞെന്ന് തോന്നിയത് നിനക്കാ, കയ്യിന്ന് പോയെന്ന് തോന്നുന്നത് നിനക്കാ, സൗഖ്യമാകത്തില്ല തോന്നുന്നത് നിനക്കാ, ഈ കടഭാരം എന്നെ തകർക്കും എന്ന് തോന്നുന്നു നിനക്കാ. തമ്പുരാൻ പറഞ്ഞു, നോ നോ നോ, ഞാൻ അങ്ങനല്ല നിന്നെ കുറിച്ച് ചിന്തിക്കുന്നത്. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കൈയും ശീല കൊണ്ട് കെട്ടി, മുഖം റൂമാൽ കൊണ്ട് മൂടിയിരുന്നു. അവന്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് പറഞ്ഞു. മനുഷ്യൻ കെട്ടിയ കെട്ടാതെ മരിച്ചവന്റെ വിരലും കാലും ശരീരവും യഹൂദന്മാരുടെ സിസ്റ്റം അനുസരിച്ച് ശരീരം മൊത്തവും റൂമാല കൊണ്ട് പൊതിയും. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം, ഇറ്റ്സ് എ സൂപ്പർ നാച്ചുറൽ തിങ്. കർത്താവിന്റെ ശബ്ദം ഉണ്ടല്ലോ, ചിലതിനെ പുള്ളി. ലിസൺ, ഈ കൈയും കാലും മുഴുവൻ കെട്ടിയ, ഞാൻ ജെറുസലേമിൽ പോയ സമയങ്ങളിൽ പലപ്പോഴും ഈ ലാസറിന്റെ ടോംബിൽ ഞാൻ പോയിട്ടുണ്ട്. ഈ കർത്താവിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ഭയങ്കര ബ്ലെസ്സിങ്ങാ. ലാസറിന്റെ വീട് ബഥാനിയിൽ യേശുവിന് വേണ്ടി തുറന്നു കൊടുത്തു. മാർത്തയും മറിയയും യേശുവിനെ ശുശ്രൂഷ ചെയ്തു. പരിമള തൈലം കാലിൽ ഒഴിച്ചു. ലോകത്തിൽ ആർക്കും രണ്ട് കല്ലറയില്ല. ലോകത്തിൽ ആർക്കെങ്കിലും രണ്ട് കല്ലറയുണ്ടോ? പ്രധാനമന്ത്രിക്ക് ഒരു കല്ലറയേ ഉള്ളൂ. എപ്പോഴോ മൺമറഞ്ഞു പോയ ഏതൊക്കെ ആൾ ദൈവങ്ങളുണ്ട് ഇവിടെ, അവർക്ക് പോലും ഒരു കല്ലറയേ ഉള്ളൂ, സമാധിയായ ഒരിടമേ ഉള്ളൂ. പക്ഷെ കർത്താവിന്റെ പുറകെ നടന്ന ലാസറിന് രണ്ട് കല്ലറയുണ്ട്. ജെറുസലേമിൽ ഒരു കല്ലറയുണ്ട്, ബഥാനിയിൽ, അത് ഉയർത്ത കല്ലറയാ. അങ്ങ് റോമി വേറൊരു കല്ലറയുണ്ട്, അവിടെ അപ്പൊ പുള്ളി അടക്കിയേക്കുന്നത്. ഇനിയിപ്പോ അത് ചിന്തിച്ച് അതിന്റെ പുറകെ പോകണ്ട, ഇവിടെ നിന്നാ മതി, ഇങ്ങോട്ട് നോക്കി. പക്ഷെ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ? ലാസറെ പുറത്തു വരാൻ പറഞ്ഞു. ഈ മനുഷ്യൻ കൈയും കാലും കെട്ടപ്പെട്ടവൻ. അപ്പൊ ഇത് നിങ്ങൾ അതിൽ പോയിട്ടുള്ളവരുണ്ടോ ഇവിടെ? പോയിട്ടുള്ളവരുണ്ട്. ഒരു സ്റ്റീപ്പായി കിടക്കുന്ന സ്ഥലമാ, ഒരു ഗുഹയാ. അതിനകത്ത് ഇറങ്ങിയ ഇച്ചിരയൊക്കെ ആരോഗ്യമുള്ളവർക്ക് പെട്ടെന്ന് കയറി വരാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വേറൊരാളുടെ സഹായം വേണം. അതിന്ന് ഇതിനകത്ത് പോയവരെ പിന്നെ കൊണ്ടുപോയ പാസ്റ്റർ വെളിയിൽ നിന്ന് വിളിക്കണം, പുറത്തു വരിക പേര്. അത്ര സ്റ്റീപ്പാ. ഈ കൈയും കാലും കെട്ടപ്പെട്ട ലാസർ, ഇവൻ എങ്ങനെ പുറത്തു വന്നിട്ടല്ലേ യേശു പറഞ്ഞേ? ലിസൺ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഈ കല്ലറയ്ക്കകത്ത് ഉയർത്തെഴുന്നേറ്റ ലാസർ, അവൻ പുറത്തു വരണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാവൂ. ഞാൻ ചിന്തിച്ച റൂട്ടിൽ ചിന്തിക്കരുത്, അത് ഞാൻ മാനുഷികമായി ചിന്തിച്ച കാര്യം പോയി കണ്ടതുകൊണ്ട്. ഇവൻ പുറത്തു വരണമെങ്കിൽ, ഇവൻ നടക്കണമെങ്കിൽ, ഉയർത്തെഴുന്നേറ്റവൻ വെളി വന്നവൻ ആക്റ്റീവ് ആകണമെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരുത്തന്റെ സഹായം വേണം. മനസ്സിലായില്ല? ലാസർ ഉയർത്തോ, പക്ഷെ അവൻ ഇനി നടക്കണമെങ്കിൽ, അവൻ ഫ്രീ ആകണമെങ്കിൽ കെട്ടഴിക്കണം. എന്നാ പിന്നെ കർത്താവിന് അവന്റെ പേര് വിളിച്ച് ഉയർപ്പിച്ചപ്പോ കെട്ടൂടെ അഴിച്ച് തുണിയെല്ലാം ആ റാപ്പ് ചെയ്ത് എല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് ഇഞ്ഞ് കൊണ്ടുവന്നുകൂടായിരുന്നോ? ഇല്ല. ദൈവം ഒരാളെ സേവ് ചെയ്താൽ, ദൈവം ഒരാളെ വിടിവിച്ചാൽ, കർത്താവ് ഒരാളെ പാപത്തിൽ മരിച്ചവനെ, ലോകപ്രകാരം തീർന്നു പോയവനെ പുറത്തു കൊണ്ടുവന്നാൽ, നേരത്തെ ഉയർത്ത കുറെ ടീമുകൾ കൂടെ നിൽപ്പുണ്ട്, അവരുടെ സഹായം വേണം. മനസ്സിലായില്ലല്ലേ? അവന്റെ കെട്ടഴിക്കാൻ പറഞ്ഞു. അവന്റെ കെട്ടഴിയാതെ അവൻ ഫ്രീ ആകത്തില്ല. താങ്ക് യു ലോർഡ് ജീസസ്. അത് പറഞ്ഞത് ശിഷ്യന്മാരോടാ, അത് പറഞ്ഞത് അവിടെ നിന്നവരോടാ. ഇന്ന് ഈ പകലിൽ കർത്താവെ, ആ നിയോഗത്തെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. അഴിയേണ്ട ചിലത് ഇതിനകത്ത് നിന്ന് അഴിഞ്ഞു പോയി പറ്റത്തുള്ളൂ. ഞാൻ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു,
കർത്താവിന് തന്റെ രാജ്യത്തിനും നീ ഒരു ഫ്രാഗ്രന്റായി നിന്ന വ്യക്തിയാണെങ്കിൽ, നീ ഒരു സുഗന്ധമായി നിന്ന കുടുംബമാണെങ്കിൽ, നിന്റെ വീട് നാറാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറകൾ നാറാൻ, നാറ്റം വയ്ക്കാൻ ദൈവം അനുവദിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ നീ പറയുന്ന സാഹചര്യങ്ങളെ മുഴുവൻ സ്വർഗ്ഗം പൊളിച്ചു കളയുകയാണ്. ഇന്ന് കണ്ട മിശ്രൈമിനെ നീ കാണത്തില്ല. വിശ്വസിക്കുക. അതരങ്ങൾ തുറന്ന് അന്യഭാഷ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. എല്ലാ അൺബിലീഫുകളും പൊളിയട്ടെ. എല്ലാ അൺബിലീഫുകളും പൊളിയട്ടെ. എല്ലാ അൺബിലീഫുകളും പൊളിയട്ടെ. പതിനായിരങ്ങളിൽ ഇന്ന് ഈ ചർച്ചിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അബ്രഹാം വിശ്വസിച്ചു. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചു. സംശയിക്കാതെ വിശ്വസിച്ചു. സാഹചര്യം കണ്ട് പൗലോസ് ഇച്ചിരി പേടിച്ചെങ്കിലും, ഇച്ചിരി വറീഡായെങ്കിലും, ദൈവിക ഇടപെടിയിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പൗലോസ് പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നത് കപ്പൽ കണ്ണങ്ങളെ അല്ല, പായയെ അല്ല, എനിക്കെതിരെ അടിക്കുന്ന കാറ്റുകളെ അല്ല, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊന്ന് അകത്തോട്ട് കയറട്ടെ. എൻ്റെ ദൈവം എൻ്റെ മക്കളോട് പറഞ്ഞതുപോലെ, എൻ്റെ ദൈവത്തിൻ്റെ വചനം എൻ്റെ കുടുംബത്തെ അറിയിച്ചതുപോലെ, എൻ്റെ പ്രാർത്ഥനയിൽ, എൻ്റെ ധ്യാനത്തിങ്കിൽ എന്നോട് ഇടപെട്ടതുപോലെ, ഉയർപ്പുകൾ ഉണ്ടാകട്ടെ. അവസാനിച്ചെന്ന് പറയുന്നിടത്തുനിന്ന് ചിലത് തുടങ്ങി വരട്ടെ, എഴുന്നേറ്റ് വരട്ടെ. ദൈവത്തിന്റെ ആത്മാവ് തൊടട്ടെ. ദൈവിക വിസിറ്റേഷനുകൾ ഉണ്ടാകട്ടെ. Lord, I completely believe in you. Jesus, I trust in you, Lord. I completely believe and trust you, all the promises in my life, Lord. നിന്റെ വാഗ്ദത്തത്തിൽ ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ. വാഗൊണ്ട് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ. അതിനെ തുറന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ. എന്റെ ഭവനത്തോട് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ. എന്റെ സഭയോട് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ. എന്റെ ഭർത്താവിനോട് പറഞ്ഞത്, എന്റെ ഭാര്യയോട് പറഞ്ഞത്, എന്റെ വിവാഹ ജീവിതത്തോട് പറഞ്ഞത്, എന്റെ തലമുറയോട് പറഞ്ഞത്, നിന്റെ വചനത്തിലൂടെ നീ എന്നോട് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണമേ. എന്റെ അൺബിലീഫിന് എന്നെ സഹായിക്കണമേ. അവിശ്വാസം എന്ന ദുഷ്ട ഹൃദയത്തെ എന്നിൽ എടുത്തു കളയണമേ, സഹായിക്കണമേ. Fire, 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 fire. Demon, you come out. Leave, 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 leave. Holy Ghost, Holy Ghost. Oh, പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവേ. പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവേ. ഓ, അങ്ങേക്കു തുല്യന അങ്ങു ശാഖാലമലകദോരോസ്. അങ്ങേക്കു തുല്യന അങ്ങു മാത്രം. പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവേ. പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവേ. പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവേ. അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. ഓ, അങ്ങേക്കു തുല്യൻ. മറിയം യേശുവിന്റെ കാൽക്കൽ ആ വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യം പൊട്ടിച്ചൊഴിക്കുമ്പം ആ വീട് മുഴുവൻ സുഗന്ധം പരത്തി. യൂദ പറഞ്ഞു, ഇത്ര വലിയ ചെലവ് പിടിച്ച ഈ സാധനം ഇവക്ക് പൊട്ടിച്ചൊഴിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? കർത്താവ് പറഞ്ഞു,
സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം ഇവളെ ഓർക്കും, ഇവളെ ഓർക്കും. അന്ന് കർത്താവിന്റെ കാലിലോട്ട് ഈ മകൾ ഈ സുഗന്ധം ഒഴിക്കുമ്പം അവൾ അറിഞ്ഞില്ല അവളുടെ വീട്ടിൽ നാറുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന്. മാർത്ത ഓടി വന്ന് പറയുകയാണ്, കർത്താവേ, അവൻ നാറ്റം വെച്ച് തുടങ്ങി. കർത്താവ് ചോദിക്കുന്നു, അവനെ വെച്ച സ്ഥലം എവിടാ? എന്റെ പാദത്തിങ്കൽ സുഗന്ധം പരത്തിയ ഒരു വീടും ഒരു വ്യക്തിയും നാറാൻ ഞാൻ അനുവദിക്കുന്നില്ല. സമയത്തിന് മുൻപ് ഇതെനിക്കറിയില്ല, ഒരു സന്ദേശാണ്. ദൈവത്തിന്റെ ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, നീ ഇവരെ തൊടണമേ. കർത്താവിൽ വിശ്വാസം അർപ്പിച്ചവരിതിലുണ്ടോ? സുവിശേഷത്തിന് വേണ്ടി നിന്നവരിനകത്തുണ്ടോ? ജീവിതത്തിൽ നിന്നയും പരിഹാസമൊക്കെ ഉണ്ടായിട്ടും എല്ലാം മാറ്റിവെച്ച് സാഹചര്യങ്ങളെ നോക്കാതെ ദൈവവചനത്തെ എടുത്തുയർത്തി അതിനെ ചങ്കോട് ചേർത്ത് പിടിച്ച് സുവിശേഷത്തിന് വേണ്ടി നിന്നവർ ഇതിനകത്തുണ്ടോ? നിന്നെ മറന്നു കളയാത്തൊരു അപ്പായുണ്ട് കേട്ടോ. നിന്നെ മറന്നു കളയാത്തൊരപ്പായുണ്ട്. കൃത്യസമയമാകുമ്പം വരും. നീ കഴിഞ്ഞെന്ന് പറയുമ്പം, അവസാനത്തെ പായിയും പറന്നു പോകുമ്പം, നിന്റെ ആശയൊക്കെയും അറ്റുപോയി എന്ന് നീ പറയുമ്പോൾ ദൈവം പറയുന്നു, ഞാൻ ചിലത് തുടങ്ങാൻ പോകുകയാണ്, ഞാൻ ചിലത് ആരംഭിക്കാൻ പോകുകയാണ്. അത്ഭുതകരമായ ഇടപെടൽ ഇന്ന് ഈ പകൽ ചില കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. വായികൾ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവിക സന്ദർശനം ഉണ്ടാകുകയാണ്, ദൈവിക സന്ദർശനം ഉണ്ടാകുകയാണ്. ആര് കണ്ണു തുറന്ന് അലക്ഷ്യരായി നിൽക്കരുത്. ആര് കണ്ണുകൾ തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കരുത്. ആത്മാവിൽ പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ സൗഖ്യത്തിൽ വിശ്വസിക്കുന്നു. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരരെ ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരരെ ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരരെ ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരരെ ശാരോനിൻ റോജാവേ. അങ്ങേക്കു തുല്യനായി അങ്ങ് മാത്രം, ഓ അങ്ങേക്കു തുല്യനായി അങ്ങ് മാത്രം, ഓ അങ്ങേക്കു തുല്യനായി അങ്ങ് മാത്രം, ഓ അങ്ങേക്കു തുല്യനായി അങ്ങ് മാത്രം. പതിനായിരങ്ങളിൽ സുന്ദരരെ ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരരെ ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരരെ ശാരോനിൻ റോജാവേ. ഓക്കെ, എബ്രായർ 10:35. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച്
വിശ്വസിച്ച് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ. 11:4 പറയുന്നു, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവൻ നീതിമാനെന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. 7-ാം വാക്യം, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു. വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടാനിരുന്ന ദേശത്തേക്ക് യാത്രയാകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടെ പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്നതുപോലെ ചെന്നു. 11-ാമത്തെ വാക്യം, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നെണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദത്തിന് ശക്തി പ്രാപിച്ചു. 17-ാം വാക്യം, വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. 20-ാം വാക്യം, വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും യേശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തൻ്റെ വടിയുടെ അറ്റത്ത് ചാരി നിന്നുകൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. വിശ്വാസത്താൽ ജോസഫ് താൻ മരിക്കാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിപ്പിച്ച് തൻ്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. വിശ്വാസത്താൽ മോശയുടെ ജനത്തിൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. 27-ാം വാക്യമാണ് എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്ന് രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടു. 33-ാം വാക്യം, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു. സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ തിരിച്ചു കിട്ടി. വിശ്വാസത്താൽ 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 by faith. Lift your hands in heaven. അധരങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശ്വാസത്താൽ പ്രഖ്യാപിക്കാൻ തുടങ്ങി. സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. വായ്കൾ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ യേശുവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. സാഹചര്യങ്ങളെ ഞാൻ നോക്കുമ്പോൾ അതെന്നെ ക്ഷീണിപ്പിക്കുന്നതാണ്. പക്ഷെ സാഹചര്യങ്ങളെ അല്ല, വാഗ്ദത്തത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു. സാഹചര്യങ്ങളെ നോക്കുവാനല്ല, വാഗ്ദത്തത്തിലേക്ക് നോക്കുവാൻ എനിക്ക് ശക്തി തരണമേ. എന്നോട് വാഗ്ദത്തം ചെയ്തവനെ, എന്റെ ദൈവമേ, അത് നിവർത്തിക്കുവാൻ നീ ശക്തനെന്ന് ഞാൻ പൂർണ്ണമായും ഉറയ്ക്കുന്നു. എന്റെ അവിശ്വാസത്തിന് എന്നോട് ക്ഷമിക്കണമേ. എന്റെ അവിശ്വാസമെന്ന ദുഷ്ടഹൃദയത്തെ പൂർണ്ണമായി എടുത്തു മാറ്റണമേ. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. എന്റെ തലമുറകളുടെ അനുഗ്രഹം ഞാൻ കാണും. എന്റെ കുടുംബത്തിന്റെ അനുഗ്രഹം ഞാൻ കാണും. അങ്ങയുടെ രാജ്യത്തിൽ ഞാൻ പ്രയോജനപ്പെടും. ദീർഘായുസ് കൊണ്ട് നീ എനിക്ക് തൃപ്തി നൽകും. അങ്ങയുടെ രക്ഷയെ ഞാൻ കാണും. മനുഷ്യൻ പറയുന്നതല്ല, വ്യക്തികൾ പറയുന്നതല്ല, ഒരു കൂട്ടം ശരികളിലല്ല, അങ്ങയുടെ വചനമാകുന്ന സത്യത്തിൽ സത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ഉറപ്പിക്കണമേ. വിശ്വാസത്തിന്റെ നങ്കൂരം എന്റെ ആത്മാവിൽ ഇടണമേ. ഇളകാതെ, ഉലയാതെ, ഓടാതെ
അങ്ങയിൽ ഉറച്ചു നിൽക്കാൻ, അങ്ങയുടെ കൃപയിൽ ഉറച്ചു നിൽക്കാൻ എനിക്ക് ശക്തി തരണമേ. വിശ്വാസിയായ ഞാൻ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. വിശ്വാസിയായ ഞാൻ വിശ്വാസിയായ അബ്രഹാമിനെ പോലെ അനുഗ്രഹിക്കപ്പെടുന്നു. വിശ്വാസിയായ ഞാൻ വിശ്വാസിയായ അബ്രഹാമിനെ പോലെ അനുഗ്രഹിക്കപ്പെടുന്നു. I am the seed of Abraham. ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണ്. യേശു ക്രിസ്തുവിലൂടെ എല്ലാ അബ്രഹാമി അനുഗ്രഹങ്ങളെയും ഞാൻ സ്വീകരിക്കുന്നു. എല്ലാ പാരമ്പര്യ ശാപങ്ങളും എന്റെ അപ്പനപ്പന്മാർ ചെയ്തത്, കുടുംബം വഴി ചെയ്തത്, എന്നിൽ ഉണ്ടായത് എല്ലാ ശാപങ്ങളും എന്റെ എല്ലാ പാപങ്ങളും കാൽവരി ക്രൂശിൽ യേശു തന്റെ മരണത്താൽ മാറ്റി ജീവപര്യന്തം മരണഭീതിയിൽ നിന്ന് എന്നെ വിടുവിച്ച് സ്വാതന്ത്ര്യം നൽകി ദത്തെടുത്ത് സ്വന്തമാക്കി അവകാശിയാക്കി മാറ്റിയതിനാൽ ഞാൻ നന്ദി പറയുന്നു. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല അവൻ എന്നിൽ പകർന്നത്, ശക്തിയുടെ, സുബോധത്തിന്റെ, ധൈര്യത്തിന്റെ, യഹോവ ഭക്തിയുടെ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ എന്റെ മേൽ പകർന്നത്. ഞാൻ നന്ദി പറയുന്നു. ഞാൻ നന്ദി പറയുന്നു. ഞാൻ നന്ദി പറയുന്നു. ആ കൈകളെ ചേർത്തടിച്ച് കർത്താവിന് നന്ദി